വാസ്തവത്തിൽ ജബീന കഴിഞ്ഞ ദിവസം വിളിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു പരിധിവരെ ജബീനെ ഞാൻ വിസ്തരിക്കുകയായിരുന്നു. എന്താണ്, ആരാണ്, എന്തിനാ സംഘടിപ്പിക്കുന്നത്, ഇങ്ങനെ നൂറ് ചോദ്യങ്ങൾ. കാരണം കുറച്ച് നാളുകളായിട്ട് ചാനൽ ചർച്ചകളിൽ നിന്നും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിങ്ങുകളിൽ നിന്നുമൊക്കെ ഞാൻ വിട്ടു നിൽക്കുക. കാരണം അവിടെ പരസ്പരം വെറുതെ കുരച്ച് ഒരു വിഷയമില്ല, ഒരു കാര്യമില്ലാത്ത രീതിയിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഇവരുടെ സംസാരത്തിന് ശേഷം ഞാൻ പിന്നെ വീണ്ടും ഒന്ന് പോയി നോക്കി, വെബ്സൈറ്റിലൊക്കെ നോക്കി. അപ്പോൾ മണൽ ഖനനവും അങ്ങനെയുള്ള പരിപാടികളിൽ നിന്ന് നിലമ്പൂർ നടത്തിയ ഒരു പ്രതിഷേധം, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു പക്ഷേ ഇതിനെപ്പറ്റി, ഈ വിഷയത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കേണ്ടത് നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന, നയരൂപീകരണത്തിൽ പങ്കാളികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെയാണ് പ്രധാനമായിട്ട് ഇതിനെപ്പറ്റിയുള്ളൊരു അറിവ് വേണ്ടത് എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ സമ്മതിക്കുകയും ഇന്ന് വരാനുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്തത്. ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തതിൽ അഭിനന്ദിക്കുന്നു. കാരണം മറ്റുള്ളവരൊക്കെ പ്രകടനങ്ങളിൽ നിർത്തുകയാണ്. ഈ വന്യമൃഗങ്ങൾക്കാണ് ഈ പ്രകടനം കണ്ടിട്ട് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ആ ഒരു സംഭവം അതുകൊണ്ട് യാതൊരു കുറവും വരുന്നില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ കുറേ പുതിയ സുഹൃത്തുക്കളെ കിട്ടി, അതും വലിയൊരു സന്തോഷമുള്ളതാണ്. കാരണം ഈ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന കുറച്ച് ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് വളരെ കുറച്ച് ആളുകളായിട്ടില്ല. അങ്ങനെയുള്ളവരൊക്കെ പഴയ സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിൽ പ്രൊഫഷണൽ ഫീൽഡിലുള്ളവർക്ക് അവരുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. അവസരത്തിൽ സജീവ് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം വികസനവും പരിസ്ഥിതിയും, അല്ലെങ്കിൽ പരിസ്ഥിതിയും വികസനവും എന്നുള്ളത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് 72 ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. പരിസ്ഥിതി വേഴ്സസ് വികസനം, പരിസ്ഥിതിയും വികസനവും രണ്ടും തമ്മിൽ ശത്രുക്കളായി നിൽക്കുന്നു എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് മാറി പരിസ്ഥിതിയും വികസനവും വേണം എന്നുള്ള ആ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്ന, ആ ഒരു ചിന്തയിലേക്ക് വരുന്ന സമയമുണ്ടായിരുന്നു. പക്ഷെ അക്കാലം കൂടുതൽ ആളുകളും ചർച്ച ചെയ്തിരുന്നത് ഈ പറഞ്ഞ പോലെ പരിസ്ഥിതിയും വികസനവും സുസ്ഥിര വികസനവും ഒക്കെയാണ് അന്ന് ചർച്ച ചെയ്തിരുന്നത്. പക്ഷെ എവിടെയോ ഒരു പാളിച്ച പറ്റി. എനിക്ക് ഓർമ്മ വരുന്നത് സൈലന്റ് വാലി സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സമരവും ഒക്കെ നടന്നിരുന്നു. സമരങ്ങൾ നടന്നെങ്കിലും അതിനെ പൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒരു സ്ത്രീ പ്രധാനമന്ത്രിയായിരുന്നതുകൊണ്ടാണ് അത് രക്ഷപ്പെട്ടതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുക. അല്ലെങ്കിൽ എത്ര സമരം ചെയ്താലും, നമ്മളൊക്കെ ഇപ്പോൾ പലയിടത്തും കാണുന്നുണ്ട്, എത്ര സമരം ചെയ്തിട്ട് ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ സമരം ചെയ്തോളൂ. പണ്ട് സുകുമാർ അഴീക്കോട് സത്യാഗ്രഹം ഇരിക്കുന്ന ആളുകളോട്, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കുന്ന ആളുകളോട് പറഞ്ഞു, എന്തിനാ നിരാഹാരം ഇരുന്നിട്ടൊരു കാര്യമില്ല. പണ്ട് ഗാന്ധിജി ഇരിക്കുമ്പോൾ അത് കേൾക്കാനായിട്ട് നല്ലൊരു ബ്രിട്ടീഷ് ഭരണം ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കിടന്ന് പട്ടണി കിടക്കുകയുള്ളൂ, വേറെ ഒന്നും നടക്കില്ല എന്ന് പണ്ട് സുകുമാർ അഴീക്കോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലത്തെ സ്ഥിതിയാണ്. വാസ്തവത്തിൽ സുസ്ഥിരം എന്നുള്ള ആ ഒരു സസ്റ്റൈനബിലിറ്റി, നമുക്ക് വികസനം എന്താണെന്ന് പോലും നിർവചിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. എന്താണ് വികസനം എന്നുള്ളതിനെ പറ്റി എല്ലാവരും പറയും, ഇവിടെ വികസനമില്ല, അവിടെ വികസനമില്ല. ഭയങ്കര രാഷ്ട്രീയ പ്രസംഗത്തിലൊക്കെ ഭീകരമായിട്ട് വികസനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കും. ആരെങ്കിലും എഴുന്നേറ്റ് എന്ന് ചോദിക്കുകയാണ്, എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്ന വികസനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടു. റോഡിൻ്റെ നീളമാണോ, റോഡിൻ്റെ വീതിയാണോ, അതോ കൂടുതൽ വേഗത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്നതാണോ? ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കായൽ നികത്തുന്നതാണോ, അല്ലെങ്കിൽ പാടം നികത്തുന്നതാണോ, അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങൾ നികത്തി ധാരാളം മോളുകൾ വരുന്നതാണോ? പണ്ട് ഒരു മന്ത്രി അസംബ്ലിയിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു. തൃശ്ശൂരിൻ്റെ വികസനത്തിന് ഞങ്ങൾ കുറച്ച് പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞാണ്, അതിൽ 2-3 മോളുകൾ, പിന്നെ ഏതൊരു തിയേറ്ററുകൾ, ഇതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അന്നത്തെ ഒരു MLA, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം എഴുന്നേറ്റിട്ട് ചോദിച്ചു, അത്യാവശ്യം ഒരു കംഫർട്ട് സ്റ്റേഷൻസ്, മൂത്രം ഒഴിക്കാനും മറ്റുള്ളതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്ത വികസനമായി. അല്ലാണ്ട് നിങ്ങൾ അവിടെ ഒരു മോൾ ഉണ്ടാക്കുന്നതൊന്നും അല്ല വികസനം എന്ന് പറഞ്ഞു. ഇന്ന് അദ്ദേഹം അത് മറന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ ആൾ തന്നെ മറന്നു എന്ന് സംശയമുണ്ട്. അപ്പോൾ എവിടെയാണ്, എന്താണ് വികസനം എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയില്ല. ആ വികസനം എന്തിൻ്റെ ചെലവിലാണ്? അറ്റ് ദി കോസ്റ്റ് ഓഫ് എൻവയോൺമെൻറ്റ്. ഈ ഡെവലപ്മെൻറ്റ് അറ്റ് ദി കോസ്റ്റ് ഓഫ് എൻവയോൺമെൻറ്റ്, അതായത് വികസനം ഇവിടുത്തെ പരിസ്ഥിതിയുടെ ചെലവിലാകണോ എന്നുള്ളതിനെ പറ്റിയുള്ള ചിന്തകളും ധാരാളം ചർച്ചകൾ നടന്നുണ്ട്, ധാരാളം പ്രസിദ്ധീകരണങ്ങളുണ്ട് അതിനെപ്പറ്റിയൊക്കെ. അപ്പോൾ ഇതിലൊക്കെ വരുന്ന പ്രശ്നങ്ങൾ
ഇതൊന്നും പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ്. കാരണം വികസിപ്പിക്കണം, ബലൂൺ പോലെ വികസിപ്പിക്കണം. ഇപ്പോൾ ഇന്ന് ജബീന പറഞ്ഞ പോലെ EIA എന്ന് പറയുന്ന സാധനമുണ്ട്, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. ഇപ്പോൾ ദേശീയ തലത്തിൽ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള രീതിയിൽ സർക്കാരിൻ്റെ തന്നെ പാർലമെന്റ് പാസാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പോലും നിക്കക്കള്ളിയില്ല. കാരണം സർക്കാർ പറഞ്ഞു ഇനി സ്വന്തമായിട്ട് ശമ്പളമൊക്കെ കൊടുക്കുന്നതിനുള്ള പൈസ തരാം, പക്ഷെ ബാക്കിയെല്ലാം നിങ്ങൾ ഉണ്ടാക്കിക്കോളണം എന്ന് പറഞ്ഞു. പ്രൊജക്റ്റുകളിലൂടെ ഗവേഷണ പദ്ധതികൾ സമർപ്പിച്ച് അതിൽ നിന്നൂടെ ഉണ്ടാക്കണം. ഇപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ EIA എടുക്കുകയാണ്, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. ഒരു 10 വർഷം മുമ്പ് ഒരു ഡൽഹിയിലുള്ള ഒരു വക്കീല്, അയാൾ എൻവയോൺമെന്റൽ ലോയറാണ്. അയാൾ ഒരു പഠനം നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി. ഈ രാജ്യത്ത് നടത്തിയ എൻവയോൺമെന്റ് പരിസ്ഥിതി ആഘാത പഠനങ്ങളുടെ ആകെത്തുക എന്താണെന്നുള്ളത് ഓരോന്ന് ഉദാഹരണം വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിൽ, അസം, അരുണാചൽ, മേഘാലയ ഭാഗങ്ങളിൽ ധാരാളം ചെറുകിട അണക്കെട്ടുകൾ വരുന്നതുമായി ബന്ധപ്പെട്ടും അല്ലാതെയും പലയിടത്തും നടന്നിട്ടുള്ള, ഋത്തിക് ദത്ത എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ആ പഠനം, ആ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു EIA ഇല്ല, വൃത്തടിക്കുക. EIA എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കൊടുക്കുക, പണം ഉണ്ടാക്കാനാണെന്ന് പറയുമ്പോഴേ മനസ്സിലായല്ലോ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ജാർഖണ്ഡില് വെസ്റ്റ് സിംഗ്ഭൂം ഡിസ്ട്രിക്റ്റ് ഉണ്ട്. വെസ്റ്റ് സിംഗ്ഭൂം എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്, വലിയ ജില്ലയാണ്. ആ ജില്ലയിൽ അയണോർ മൈനിങ് ആണ് പ്രധാനമായിട്ടുള്ള സംഭവം. അയണോർ മൈനിങ്, ഇരുമ്പ് ഖനനം. ആ പ്രദേശം കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നും. അപ്പോൾ ചോദിക്കും ഇപ്പുറത്തെ ഇരുമ്പ് വേണ്ടേ എന്നുള്ള ചോദ്യം വരും. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ വേറെ ഉണ്ട്. ഇതുമായി അനുബന്ധമായിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ വരും. ഇവിടുത്തെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് നടത്താനും ഏത് രീതിയിലാണ് അവിടെ വെസ്റ്റ് സിംഗ്ഭൂം ഡിസ്ട്രിക്റ്റിലുള്ള വന്യജീവികളെ സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടാക്കണം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേരെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയായിട്ട് ജാർഖണ്ഡ് ഗവൺമെന്റ് തീരുമാനിച്ചു. ഞങ്ങളവിടെ പോയി 2 വർഷം നടന്ന് മാവോയിസ്റ്റുകളുടെയും നക്സലൈറ്റുകളുടെയും കിടക്കൂടിയൊക്കെ നടന്ന് അവന്മാരുടെയൊക്കെ ചീത്ത പറയും, അടിച്ചോടിക്കും, എല്ലാം നടന്ന് ഞങ്ങൾ റിപ്പോർട്ടൊക്കെ കൊടുത്തു. ഒന്നും സംഭവിച്ചില്ല. ആ റിപ്പോർട്ട് എവിടെയോ ഉറങ്ങുന്നുണ്ട്, നടക്കില്ല. കാരണം അങ്ങനത്തെ ഒരു റിപ്പോർട്ടല്ല അവർ പ്രതീക്ഷിച്ചത് കൂടുതലും തലോടലുള്ളതാണ്. തല്ലല് ഒട്ടും പ്രതീക്ഷിക്കാത്ത റിപ്പോർട്ടുകളാണ്. അപ്പോൾ ഈ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിൽ തന്നെ ഭയങ്കര തമാശകളാണ്. ക്യുക്കാണ്. ഇപ്പൊ റാപ്പിഡ് അസസ്മെന്റ്, ഒരു സീസണിൽ ഒരു മാസത്തിനുള്ളിൽ പഠനം നടത്തി ഇപ്പൊ തന്നെ റിപ്പോർട്ട് വേണം. സാധാരണഗതിയിൽ ഒരു പരിസ്ഥിതി ആഘാത പഠനം എന്ന് പറഞ്ഞാൽ 2 സീസണെങ്കിലും വേണം. മഴയുള്ള സമയവും മഴയ്ക്ക് ശേഷവും വേനൽക്കാലവും 3 സീസണെങ്കിലും മാസത്തിൽ നടത്തിയാൽ മാത്രമേ പരിസ്ഥിതി ആഘാത പഠനം നടത്താൻ പറ്റുള്ളൂ. അതിന് നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഗുജറാത്തിലെ ലിറ്റിൽ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ വൈൽഡ് ആസ് എന്ന് പറയുന്നത്, വേണമെങ്കിൽ കഴുതയെന്ന് പറയാം. കഴുതയെന്ന് പറഞ്ഞാൽ അവർ ചീത്ത പറയും, കാരണം അവർ അതിനെ സ്നേഹത്തോടുകൂടി ഗുഡുക്കർ എന്നാണ് വിളിക്കുന്നത്. ആ ഗുഡുക്കർ എന്ന് പറയുന്ന ജീവി അവിടെ മാത്രമേ ഉള്ളൂ, വേറെ ഒരിടത്തും ഇല്ല. ആ സ്ഥലം സമ്മറിൽ പോയി കഴിഞ്ഞാൽ മരുഭൂമിയാണ്. 40 ഡിഗ്രി 42 ഡിഗ്രിയൊക്കെ ടെമ്പറേച്ചർ. ആ സമയത്ത് ഈ ഉപ്പ് കൃഷി എന്ന് പറയും. അത് കുറച്ച് ആളുകൾ വന്നിട്ട്, ആ ഒരു ഗ്രൂപ്പ് വന്നിട്ട് അവർ ഉപ്പ് പമ്പ് ചെയ്ത്, ആ വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് ഉപ്പുണ്ടാക്കും. പക്ഷെ മഴ പെയ്യുന്നതോടുകൂടി ഈ സ്ഥലം മുഴുവൻ വെള്ളത്തിലാവും. മുഴുവൻ വെള്ളം, കായലാണ്. ആ സമയത്ത് ചുറ്റുപാടുകളിലുള്ളവരൊക്കെ ചെറിയ വഞ്ചികളും വലകളുമായൊക്കെ വന്ന് മീൻ പിടിക്കും, ചെമ്മീൻ പിടിക്കും. ധാരാളം പക്ഷികൾ വരും. പക്ഷികളെ കാണാൻ ധാരാളം ടൂറിസ്റ്റുകൾ ഇന്ത്യയിൽ നിന്നും മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നുമൊക്കെ ധാരാളം സന്ദർശകർ വരും. ഏറ്റവും കൂടുതൽ ഫ്ലെമിംഗോസ് വരുന്ന സമയമാണ് ആ ഒരു സമയം. അപ്പോൾ ധാരാളം ആളുകൾ വരും. ഇവിടെ പരിസ്ഥിതി ആഘാത പഠനം നടത്താൻ പറഞ്ഞ് ഒരു സീസൺ നടത്തി കഴിഞ്ഞാൽ എന്താ പറയുക? സമ്മറിൽ ചെന്നിട്ട് പറയും, ഓ ഇതൊരു മരുഭൂമി പോലത്തെ സ്ഥലമാണെന്ന് പറഞ്ഞങ്ങ് പോരും. മഴക്കാലത്ത് പോയാൽ വേറെയാണ് ചിത്രം. അപ്പോൾ റാപ്പിഡ്, പെട്ടെന്നുള്ള ഒരു ത്വരിത രീതിയിലുള്ള ആഘാത പഠനം നടത്തിയിട്ട് ഒരു കാര്യമില്ല. ഇത് കൂടാതെ ഈ ഗോവയിലെ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ചില പഠനങ്ങളിലൂടെ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റും കൂടി വേണം. SCR, EIA മാത്രം പോരാ, SIAയും കൂടി വേണം. സോഷ്യൽ ഇമ്പാക്ട്, സാമൂഹിക ആഘാത പഠനം നടത്തണം. ഒരു സ്ഥലത്തൊരു സംഭവം വന്നു കഴിഞ്ഞാൽ പരിസ്ഥിതിയെ മാത്രമല്ല ബാധിക്കുക, അവിടെയുള്ള ജനങ്ങളുടെ സാമൂഹ്യ ജീവിതത്തെ തന്നെ ബാധിക്കും. ഇപ്പോൾ റോഡ് വന്നപ്പോൾ
വടകര ആ ഭാഗത്തുള്ളവർ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയിട്ടുള്ള ഒരു സംഭവം, ഇവിടെ രാജാജി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിൽ പോയിട്ട് അവിടെ ഈ ആനത്താരകളെന്ന് വേണമെങ്കിൽ പറയാം, ആനകൾ സഞ്ചരിക്കുന്ന വഴിയിൽ കുറേ ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട്. ഗുജ്ജർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഈ ഗുജ്ജറിനെ മാറ്റണം എന്ന് ഡൽഹിയിൽ ഭയങ്കര പ്രശ്നമാണ്. ഡൽഹിയിൽ എപ്പോഴും ചർച്ചകളും പ്രശ്നങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ 2-3 പേര് ഇതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി അവിടെ പോയി. എന്നിട്ട് ഇവരോട് ചോദിച്ചു, അല്ല നിങ്ങളിത് ഇവിടെ നിന്ന് മാറാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരവിടെ അത്യാവശ്യം കൃഷിയുണ്ട്, പിന്നെ കന്നുകാലികളെ മേയ്ക്കുന്നവരാണ് ഗുജറുകൾ. അവരോട് മാറാം, ക്യാ കരേങ്കെ, എന്ത് ചെയ്യാനാണ് വേറെ, ഞങ്ങൾ മാറണമെങ്കിൽ മാറാം. ഞങ്ങൾ ഇവിടെ വന്നത് തേരിയിൽ അണക്കെട്ട് വന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പറിച്ച് ഇവിടെ കൊണ്ടുവന്നതാ. ഞങ്ങളുടെ ബന്ധുക്കൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ അന്നുണ്ടായിരുന്ന ബന്ധുക്കൾ പലരും ചെതറിപ്പോയി. ഇനി ഇവിടുന്ന് പോകണോ? ഇവിടുന്നും പോകാം. ഈ സാമൂഹ്യ ആഘാതം അതാരും പഠിക്കുന്നില്ല. അതും കൂടി പഠിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ പാരിസ്ഥിതിക ആഘാതത്തിലൂടെ കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം എന്നും സുസ്ഥിര ഉപയോഗവും സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ എന്നൊക്കെ പറയാൻ ഭംഗിയുള്ള വാക്കുകളാണ്. ഇത് സാമ്പത്തിക ശാസ്ത്രത്തിൽ, ഇക്കണോമിക്സിൻ്റെ അതിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഒരു കൺസെപ്റ്റ് മാത്രമായിട്ട് മാറിയിരിക്കുക. ശരിക്കുള്ള അർത്ഥത്തിൽ ഈ സാധാരണക്കാർ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകും. അദ്ദേഹം പറഞ്ഞു സസ്റ്റൈനബിൾ എന്നൊക്കെ വാക്ക് പറഞ്ഞു. ജാർഗൻസ് ഇല്ലാതെ സാധാരണക്കാരുമായിട്ട് സംവേദിച്ച് എന്താണ് ഇതിൻ്റെ സംഭവം എന്ന് പറയാൻ കഴിവുള്ള ആ ഒരു തരത്തിലേക്ക് വന്നാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ വികസനം കൊണ്ട് കാര്യമുള്ളൂ. ജനങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത, ജനങ്ങൾക്ക് സന്തോഷം തരാത്ത ഒരു വികസനവും വികസനമല്ല. അതാണ് പ്രധാനമായിട്ടും വാസ്തവത്തിൽ ഇവിടുത്തെ ആളുകൾ മുഴുവൻ അറിയേണ്ടത്. ഈ നയരൂപീകരണത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾ അറിയേണ്ട ഒരു സംഭവമാണ്. ഇവിടെ പ്രകൃതി വിഭവങ്ങളാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. പ്രകൃതി വിഭവങ്ങളെയാണ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കായലാണേലും തോടുകളാണേലും എല്ലാം പ്രകൃതി വിഭവങ്ങൾ തന്നെയാണ്. ഈ പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ച് തന്നെയാണ് മനുഷ്യനും പണ്ട് വികസിച്ചു വന്നത്, അല്ലെങ്കിൽ മനുഷ്യനും പണ്ട് വളർന്നു വന്നത്. നനവുള്ള സ്ഥലങ്ങളിൽ, വെള്ളം ലഭ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ അവിടെ പോയി കൃഷി ചെയ്താണ് മനുഷ്യർ മുന്നോട്ട് വന്നത്. അവിടെ നിന്നാണ്, അതേ സ്ഥലത്ത് തന്നെയാണ് വന്യജീവികളും വരുന്നത്. കാരണം എന്താ? അവിടെയാണ് കൂടുതൽ ഭക്ഷണം ലഭ്യതയുള്ളത്, ആ പ്രദേശങ്ങളാണ് കൂടുതൽ പുല്ലുള്ളത്. അപ്പോൾ അതിന് വരുന്ന ഈ പുല്ലൊക്കെ തിന്ന് ജീവിക്കുന്ന ജീവികളും അതിനെ തിന്ന് ജീവിക്കുന്ന മറ്റ് മാംസബുക്കുകളും, അപ്പോൾ സസ്യബുക്കുകളും മാംസബുക്കുകളും എല്ലാവരും കൂടി തന്നെ ഉള്ള ഒരു ആവാസ വ്യവസ്ഥ അവിടെ ഉണ്ടാകുകയാണ്. ഈ ആവാസ വ്യവസ്ഥ ഇത് മനുഷ്യരുടെ മാത്രമല്ലായിരുന്നു. അവിടെ മനുഷ്യരും ഉണ്ടായിരുന്നു, വന്യജീവികളും ഉണ്ടായിരുന്നു. ആ ഒരു ആവാസ വ്യവസ്ഥയും ആ ഒരു ബന്ധവും പിന്നീട് വഷളായി മാറുകയാണ് ചെയ്തത്. കാരണം എന്താ? ഈ പ്രകൃതി വിഭവത്തിനെയാണ് മുഴുവൻ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഇതേ പ്രകൃതി വിഭവത്തിനെ, മനുഷ്യനെ ആശ്രയിക്കുന്ന അതേ പ്രകൃതി വിഭവത്തിനെ വന്യജീവികളും ആശ്രയിക്കുമ്പോൾ, വന്യജീവികളുടെ സ്ഥലത്തേക്ക് കുറച്ചും കൂടി ബുദ്ധിപൂർവം പോകുന്ന മനുഷ്യൻ അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നുകയറ്റം കൂടി നടത്തുമ്പോൾ ഈ പറഞ്ഞ പ്രകൃതി വിഭവത്തിൻ്റെ ലഭ്യത വളരെ കുറയും. പ്രകൃതി വിഭവം കുറഞ്ഞു വരികയും മത്സരം, അതേ പ്രകൃതി വിഭവത്തിനുള്ള മത്സരം കൂടുകയും ചെയ്യുമ്പോൾ അതൊരു സംഘർഷമായിട്ട് മാറുന്നു. ഈ വന്യജീവി സംഘർഷം എന്നുള്ള വാക്ക് തന്നെ പണ്ട് ഇല്ലായിരുന്നു. പണ്ട് പറയാം മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള ഒരു ബന്ധം എന്നാണ്, ഇൻ്ററാക്ഷൻ, ഹ്യൂമൻ വൈൽഡ് ലൈഫ് ഇൻ്ററാക്ഷൻ എന്നാണ്. അതിൽ മനുഷ്യനോ വന്യജീവികൾക്കോ ഏതിനെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വരികയാണെങ്കിൽ അതിനെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുകയായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഹ്യൂമൻ വൈൽഡ് ലൈഫ് ഇൻ്ററാക്ഷൻ എന്നുള്ള വാക്കാണ് പണ്ട് തൊട്ടേ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ വിഷയം കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഈ 72-ലൊക്കെ നമ്മൾ ചോദിച്ചത് എന്തുകൊണ്ട് സംരക്ഷിക്കണമെന്ന് ആരും ചോദിച്ചില്ല. കുറച്ച് പേര് ചോദിച്ചു എന്തുകൊണ്ട് സംരക്ഷിക്കണമെന്ന്. ഈ സൈലന്റ് വാലിയുടെ കാലത്തൊക്കെ 77-ലൊക്കെ എന്തുകൊണ്ട് സംരക്ഷിക്കണമെന്ന് ആരും ചോദിച്ചില്ല. പക്ഷേ എന്നാലും ചില പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു. അന്ന് ചില തെറ്റുകളൊക്കെ വാസ്തവത്തിൽ പ്രകൃതിക്കാരുടെ ഇടയിലും പറ്റിയിട്ടുണ്ട്. കാരണം സിംഹവാലം കുരങ്ങ് അവിടെ മാത്രമേ ഉള്ളൂ എന്നൊക്കെ നുണയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനോട് ഞാൻ അന്ന് ചോദിച്ചു, എൻ്റെ ബോസും കൂടിയായിരുന്നു, ഇത് നുണയല്ലേ? ഇത് രക്ഷിക്കാൻ വേണ്ടി നുണ പറയാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആ സൈലന്റ് വാലിയുടെ കാലഘട്ടത്തിൽ നമ്മൾ കുറേ കൂടി ബോധവാന്മാരായി എന്ന് നമ്മളങ്ങനെ നെഗളിച്ചിരുന്നു. ഇതെല്ലാം കൂടി നമുക്കറിയാം. കാരണം ജനങ്ങളോടൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി. കേരളം മുഴുവൻ
സാഹിത്യകാരന്മാരും ചിത്രകാരന്മാരും പ്രാസംഗികരും ശാസ്ത്രജ്ഞന്മാരും എല്ലാവരും കൂടി നടന്നു. അന്ന് ഇത് മരണം എന്നാലും ഇത് നടപ്പിലാക്കും എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ ഇന്ന് ഏറ്റവും വലിയ പ്രകൃതി സ്നേഹിയാട്ടോ. അദ്ദേഹം ഇപ്പോൾ വളരെയധികം പ്രകൃതി സ്നേഹമൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു പാർട്ടിയുടെ സെക്രട്ടറിയാണ്. അതുപോട്ടെ. അപ്പോൾ അത്രമാത്രം ബോധം അന്നുണ്ടായിരുന്നു നമുക്ക്. ധാരാളം പേര് അന്ന് നമ്മൾ പറഞ്ഞു, ഓ ഇനിയിപ്പോൾ പ്രശ്നമില്ല, മലയാളിക്ക് നല്ല ബോധമാണ്, പ്രകൃതി സംരക്ഷണത്തിൽ നല്ല ബോധമുണ്ട്. പക്ഷെ വന്ന് ഇപ്പൊ ചോദ്യം തുടങ്ങി, എന്തിനാ ഇപ്പൊ സംരക്ഷിക്കണേ? ആർക്ക് വേണ്ടിയാ സംരക്ഷിക്കണേ? ഇവിടെ മനുഷ്യൻ മാത്രം പോരെ? ഇവിടെ വനം ആവശ്യമുണ്ടോ? ഇവിടെ ആന ആവശ്യമുണ്ടോ? ഇവിടെ കടുവ ആവശ്യമുണ്ടോ? വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിന് ഉത്തരം പറയാൻ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ബാധ്യസ്ഥരുമാണ്. പക്ഷേ ഞാൻ പറയുന്നത് എത്ര കഷ്ടമായി പോയി. അത്രയും നാൾ നടത്തിയ ആ പ്രചരണവും ആ പഠനങ്ങളും ഒക്കെ വെറുതെ ആയിപ്പോയി. അപ്പൊ എന്തുകൊണ്ട് സംരക്ഷിക്കണം എന്നുള്ള ചോദ്യം, അതിനാണ് വാസ്തവത്തിൽ പ്രാഥമികമായിട്ട് ഉത്തരം പറയേണ്ടത് അവിടെയാണ്. വൈ കൺസേർവ്? ഞാൻ അതിന് ഉദാഹരണമായിട്ട് പെട്ടെന്ന് ഒരു ഉത്തരം പൊതുവെ പറയാറുള്ളത്, നിങ്ങൾ എന്തിനാ മൂന്നാർ പോകണമെന്നാ ചോദിക്കുക. നിങ്ങൾ എന്തിനാ അതിരപ്പള്ളി പോകുന്നത് എന്തിനാ? നിങ്ങൾ എന്തിനാ പറമ്പിക്കുളത്ത് പോകുന്നത് എന്തിനാ? നിങ്ങൾ വയനാട് പോകുന്നത് എന്തിനാ? നിങ്ങൾ ബന്ദിപ്പൂര് പോകണത് എന്തിനാ? എന്തൊക്കെ ഉണ്ടല്ലേ, എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ആരും ഇവിടുന്ന് ഇന്ന് സന്തോഷിക്കാനായിട്ട് ഒരു സുഖത്തിന് വേണ്ടി ഇന്ന് എറണാകുളം നഗരത്തിലൂടെ ആ പുകയും ഒക്കെ ശ്വസിച്ചുകൊണ്ട് നടക്കാം എന്ന് ആരെങ്കിലും കരുതുമോ? ഇല്ല. മൂന്നാറിലെ എസ്തറ്റിക് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പ്രകൃതി ഭംഗിയുടെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രകൃതി ഭംഗി ആസ്വദിക്കുക, അതാണ് പ്രധാന വാല്യൂ. അത് തന്നെയാണ് ഈ സംരക്ഷിക്കുന്നതിന് ഒരു സ്ഥലത്തിന് നമ്മൾ ധാരാളം വാല്യൂസ് കൊടുക്കും, കുറേ മൂല്യങ്ങൾ കൊടുക്കും. അതിലൊന്ന് ഈ പറഞ്ഞ എസ്തെറ്റിക് വാല്യൂ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബാക്കിയേ വരുന്നുള്ളൂ. അതിനുശേഷമാണ് വെള്ളമായാലും ശുദ്ധവായു ആയാലും ഇല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന സസ്യങ്ങളുടെ അല്ലെങ്കിൽ മെഡിസിനൽ പ്ലാന്റ്സ്, ഔഷധ സസ്യങ്ങളുടെ കണക്കുകളായാലും ഭക്ഷണമായാലും ഒക്കെ കിട്ടുന്നത്. മദ്രാസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സിലെ ഒരാള് PhDക്ക് പഠിച്ചൊരു ടോപ്പിക് ഉണ്ട്. മദ്രാസിലെ ചെന്നൈയുടെ ചുറ്റുപാടുകളിലുള്ള 3 കുന്നെടുത്തിട്ട് ഈ കുന്നുകളുടെ വാല്യൂ എന്താണ്, മൂല്യം എന്താണ്, എത്ര പേരവിടെ ആശ്രയിക്കുന്നുണ്ട്, എത്രമാത്രം ജലലഭ്യത അവിടെ നിന്ന് വരുന്നുണ്ട്, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ PhD ഡിഗ്രി ചെയ്തത്. എത്ര പേര് അവിടുത്തെ ഔഷധ സസ്യത്തിന് വേണ്ടി ആശ്രയിക്കുന്നുണ്ട്? ഒരു കുന്നാണ് മാടായിപ്പാറ, കണ്ണൂർ സൈഡിലുള്ള മാടായിപ്പാറ. അവിടുത്തെ പ്രകൃതി സ്നേഹികള് അവിടെ നിന്ന് വരുന്ന വെള്ളത്തിന്റെ കണക്കെടുത്തു. ഒരാഴ്ചയോ 2 ആഴ്ചയോ മറ്റേ ആ നഗരത്തിന്റെ പേര് പറഞ്ഞു ഞാൻ, പയ്യാമ്പൽ അല്ല പഴയങ്ങാടിയിലെ ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം മുഴുവൻ അവിടെ നിന്ന് വരുന്നുണ്ട്, ഈ മാടായിപ്പാറയിൽ നിന്ന്. പക്ഷേ പ്രകൃതി മറ്റുള്ളവർ പോയി കണ്ടത് എന്താണ്? ഇവിടെ ഖനനം ചെയ്താൽ നല്ല സംഭവമായിരിക്കും. അവർ വെള്ളത്തെ കണ്ടില്ല, അവരവിടെ മാത്രം കാണുന്ന സസ്യത്തെ കണ്ടില്ല, അവിടെ ഇത് മാത്രം കാണാൻ വരുന്ന ജനത്തെ കണ്ടില്ല, അവരുടെ സന്തോഷത്തെ കണ്ടില്ല. അവരൊന്ന് കണ്ടത് എന്താ? അവിടെ ഖനനം ചെയ്താൽ കിട്ടുന്ന മണ്ണ്, അതിൽ നിന്ന് കിട്ടുന്ന ചില ധാതുക്കള്, അതൊക്കെയാണ് അവരുടെ സംഭവത്തിലേക്ക് പോയത്. അപ്പോ എന്തുകൊണ്ട് സംരക്ഷിക്കണം എന്നുള്ളതിനെ കുറിച്ച് വാസ്തവത്തിൽ ഒരു ചർച്ച തന്നെ വളരെ ഭംഗിയായിട്ട് നടത്തേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പോ നമ്മുടെ ചർച്ചയിൽ അത് വരുന്നില്ല, പക്ഷെ അടിസ്ഥാന തത്വം തന്നെയാണ്. എന്തുകൊണ്ട് സംരക്ഷിക്കണം എന്ന് തന്നെയാണ് ഇന്നത്തെ പല സംഘടനകളും ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആ ഒരു വേര് അവിടെയാണ്. എന്തുകൊണ്ട് സംരക്ഷിക്കണം, ആർക്ക് വേണ്ടി സംരക്ഷിക്കണം, ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലാണ് അതൊക്കെ വരുന്നത്. ഇനി ഇതിൻ്റെ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം യാഥാർത്ഥ്യം എന്നുള്ളതിനെ കുറിച്ചാണ്. വന്യജീവി ഒറ്റ യാഥാർത്ഥ്യമേ ഉള്ളൂ. ഇവിടെ കുറേ വന്യജീവികളുണ്ട്, ഇവിടെ കുറേ മനുഷ്യരുണ്ട്, ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കാരണങ്ങൾ എന്തായാലും ബുദ്ധിമുട്ടുണ്ട്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാനത് എപ്പോഴും പറയുന്നൊരു സംഭവമാണ്. ഇത് മറന്നുകൊണ്ട് ഇവിടെ ഒരു പ്രകൃതി സംരക്ഷണം നടക്കില്ല. ജനങ്ങളുടെ പിന്തുണ ഇല്ലാത്ത ഒരു സംരക്ഷണവും, ഒരു പ്രകൃതി സംരക്ഷണവും, ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു പ്രകൃതി സംരക്ഷണം, ജനങ്ങൾക്ക് അവരുടെ ഭാവി തലമുറയ്ക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രകൃതി സംരക്ഷണം, ജനങ്ങൾക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ട എന്ന് പറയുന്ന ഒരു പ്രകൃതി സംരക്ഷണം വേണ്ടെങ്കിൽ വേണ്ട എന്ന് തന്നെ തീരുമാനിക്കേണ്ടി വരും. കാരണം അവരെ ലീഡ് ചെയ്യേണ്ട ലീഡേഴ്സ് പറയുന്നു ഇത് തന്നെയാണ് പറയുന്നത്. എന്തിനാ ഇപ്പം ഇതെന്നുള്ളത്? ലീഡ് ചെയ്യേണ്ടവരാണ് ലീഡേഴ്സ്, അല്ലാണ്ട് ജനങ്ങൾ പറയുന്നതനുസരിച്ച് പോകേണ്ടവരല്ല ലീഡേഴ്സ്. ആ നേതൃത്വം പറഞ്ഞ് ശരിയായ ദിശയിലൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന നേതൃത്വം ഇല്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ശാപം. അവിടെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നവും. ഇനി
അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം. കുറേ മനുഷ്യരും കുറച്ച് വന്യജീവികളും ദുരന്തം അനുഭവിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ സംഘർഷത്തിന്റെ ആ ഒരു നിർവചനം അവിടെയാണ്. നല്ല രീതിയിൽ നടക്കുന്ന ഒരു ബന്ധം വഷളാകുമ്പോഴാണ് ഈ സംഘർഷം എന്നുള്ള വാക്ക് നമുക്ക് പറയുന്നത്. ഇനി മറ്റൊന്ന് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മത്സരത്തിന്റെ കാര്യം പറഞ്ഞു. എത്രമാത്രം മത്സരം നടക്കുന്നുണ്ട്. പ്രകൃതി വിഭവം വളരെ കുറഞ്ഞു വരികയാണ്. നമുക്കറിയാം പൊതുവെ എല്ലായിടത്തും ധാരാളം കാരണങ്ങൾ അതിനുണ്ട്. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, അതായത് അമിതമായിട്ടുള്ള ചൂഷണം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ടുള്ള പരിപാലന രീതികൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ ഇവിടെ പ്രശ്നങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാന പ്രശ്നം ഭൂവിനിയോഗത്തിൽ വന്ന മാറ്റമാണ്. ഏത് സ്ഥലത്ത് പോയാലും ആ സ്ഥലത്തിൻ്റെ പഴയ ചിത്രവും ഇപ്പോഴത്തെ ചിത്രവും നമ്മൾ താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ മനസ്സിലാകും ഭൂവിനിയോഗത്തിൽ ധാരാളം മാറ്റം. ഈ കോൾപ്പാടത്തിൻ്റെ ഭൂവിനിയോഗം കഴിഞ്ഞ ഒരു ഓരോ 10 വർഷവും വെച്ചിട്ട് 2010 അന്ന് പഠിച്ചത്. അന്ന് എനിക്ക് തോന്നുന്നത് 2000, അതിനു മുമ്പ് 1990, ദെൻ 2010, ഈ 3 സമയങ്ങളിലുള്ള അതിൻ്റെ ഭൂപടം തയ്യാറാക്കി. പാടം ഇങ്ങനെ ചുരുങ്ങി വരാൻ നമുക്കറിയാം, സത്യമാണ്, നമുക്കറിയാം എത്രമാത്രം ബിൽഡിങ്ങുകൾ വരുന്നുണ്ട്, എത്രമാത്രം കോൾപ്പാട ശേഖരങ്ങൾ പോകുന്നുണ്ട്, വികസനത്തിന് വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാം നമുക്കറിയാം. ഇത്തരം മാറ്റങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭൂവിനിയോഗത്തിൽ വന്ന മാറ്റമാണ്. ഇത് ലോകം മുഴുവൻ എവിടെയൊക്കെ വന്യജീവികളെ ഈ സംഘർഷത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ അവർ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം ഈ ഭൂവിനിയോഗത്തിൽ വന്ന മാറ്റമാണ്. ചിന്നക്കനാൽ നിങ്ങൾക്കറിയാമായിരിക്കും ഇല്ലേ? ചിന്നക്കനാലിന് വേറൊരു പേര് കൂടി ഉണ്ടല്ലോ. അയ്യോ, മൂന്നാറിനടുത്തുള്ള നമ്മുടെ അരിക്കൊമ്പൻ പ്രസിദ്ധി അല്ലേ? പെട്ടെന്ന് സ്ഥലപ്പേര് മറക്കണു, വയസ്സായി. ചിന്നക്കനാലില് എന്താ സംഭവിക്കണേ? പഴയ ചിത്രങ്ങൾ 3, ഞാനതാ ചോദിച്ച ജബീനോട് ചോദിച്ചു, ഇത് ചിത്രങ്ങളൊക്കെ കാണിക്കാനുള്ള സൗകര്യം ഉണ്ടോന്ന്. പക്ഷെ ബുദ്ധിമുട്ടുണ്ട് നമുക്ക്, അത് പോട്ടെ, അത് വേറൊരു അവസരത്തിലാകാം. ആ 3 പീരീഡിലെ നോക്കിക്കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന കാടും ആ ഒരു പ്രദേശങ്ങൾ പ്രകൃതിയാ ഉണ്ടായിരുന്ന ആ ഒരു ആവാസ വ്യവസ്ഥ ചുരുങ്ങി ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ കുറെ കാടുകളാണ്. ഇപ്പൊ കൂടുതലുള്ള റിസോർട്ടുകളാണ്. ഇപ്പൊ കൂടുതലുള്ളത് തേയിലത്തോട്ടങ്ങളോ ഏലത്തോട്ടങ്ങളോ ആണ്. ഇന്ന് അവിടെ ഉള്ളത് മുഴുവൻ ടൂറിസത്തിന്റെ സെന്ററുകളാണ്. എന്നിട്ട് നമ്മൾ പറയുന്നു ചിന്നക്കനാലിൽ പ്രശ്നമുണ്ടെന്ന്. ഉണ്ടല്ലോ, ചിന്നക്കനാലിൽ നിന്നും മൂന്നാറിലേക്ക് ആനയ്ക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇട്ടാവട്ടത്തിൽ കിടന്ന് കറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിൻ്റെ അവിടെ മഹീന്ദ്രയുടെ റിസോർട്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്ത് വേറെ റിസോർട്ടുകൾ വന്നിട്ടുണ്ട്, ആ വഴികൾ മുഴുവൻ തടഞ്ഞുകൊണ്ട് സ്കൂൾ വന്നിട്ടുണ്ട്. അപ്പോൾ മൂന്നാറിലേക്ക് പോകാൻ ഒരു വലിയ വിസ്തൃതിയുള്ള ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടിരുന്ന ചിന്നക്കനാൽ ആനയിറങ്കൽ, അതെ, ആ ആനയിറങ്കൽ എന്നുള്ള പറയുന്ന പ്രദേശം, ആനയിറങ്കൽ, ആ പ്രദേശം ഇന്ന് ഒട്ടാവട്ടത്തിൽ കുറച്ച് ആനകൾ കിടന്ന് കളിക്കുക. ആ ആനകൾ അവിടെ തന്നെ നിന്ന് മരിക്കണം എന്ന് ജനങ്ങളല്ല കേട്ടോ, കുറച്ചാളുകൾ ആഗ്രഹിക്കുന്നു. അവരത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം നമുക്കറിയാം ചെറിയ ഒരു എണ്ണമേ ഉള്ളുവെങ്കിൽ അത് അവിടെ തന്നെ ഇങ്ങനെ ജനിച്ച് അവിടെ മരിച്ച് അതങ്ങ് പൊക്കോളും, മുഴുവനായിട്ടും ഇല്ലാതാകും. വംശനാശം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു പ്രദേശത്ത് ഒരു ലോക്കൽ എക്സ്റ്റിങ്ഷൻ നടക്കുന്ന ഒരു രീതിയിലേക്ക് വരും. അപ്പോൾ ചിന്നക്കനാട് നല്ലൊരു ഉദാഹരണമാണ്. വയനാട് എന്താ സ്ഥിതി? വയനാടിൻ്റെ പഴയ ചിത്രവും ഇപ്പോഴത്തെ ചിത്രവും ഭൂപടം എടുത്ത് നോക്കുക, എത്രമാത്രം മാറ്റം വന്നിട്ടുണ്ടെന്ന് നോക്കുക. നിങ്ങൾ ഈ ആളുകൾ എപ്പോഴും വയനാടിൻ്റെ കാര്യം പറയുമ്പോൾ പറയും എന്തൊക്കെയാ, വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ വന്യജീവികളാണ്. എവിടെ വന്യജീവികൾ? 110 സെറ്റിൽമെന്റ്സ് ഉണ്ട് വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൻ്റെ അകത്ത്. 110 സെറ്റിൽമെന്റ്സ്. എവിടെയെങ്കിലും ഒന്ന് തട്ടിമുട്ടി പോകാതെ പറ്റില്ല മൃഗങ്ങൾക്ക്. എവിടെയെങ്കിലും മൃഗങ്ങളെ തട്ടിമുട്ടി പോകാൻ മനുഷ്യനും പറ്റൂല. ധാരാളം റോഡുകൾ വന്നു, പുതിയ റോഡുകൾ വെറുതെ വരണമല്ലല്ലോ, ആളുകൾക്ക് സഞ്ചരിക്കാനും വാഹനങ്ങൾക്കും വേണ്ടിയുള്ളതല്ലേ, ഇല്ലേ? അപ്പൊ ഇത്തരം ധാരാളം നിർമ്മിതികൾ, സോ കോൾഡ് വികസനം വന്നോടുകൂടി ആ പ്രദേശത്ത് പ്രശ്നമായി. ഈ പ്രശ്നം ആരും പറഞ്ഞാൽ മനസ്സിലാക്കില്ല. എല്ലാവരും ചോദിക്കും എന്തിപ്പോ വയനാട് പിന്നെ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല, ആളുകൾ മാറുക, എന്നാൽ മാത്രമേ ശാശ്വതമായിട്ട് പരിഹരിക്കാൻ പറ്റൂ. ഇതൊരു സത്യമാണ്. പറയുമ്പോൾ പറയും ഇത് ജനങ്ങളെ ഓടിക്കാൻ വേണ്ടിയുള്ളൊരു പദ്ധതിയുടെ ഗൂഢ ലക്ഷ്യങ്ങളാണ് ഇതൊക്കെ ഇതിൻ്റെ പിന്നിലെന്നൊക്കെ വലിയ വാചകമൊക്കെ അടിക്കും. ശരിയാണ്. പ്രശ്നം മാറണമെന്നുണ്ടെങ്കിൽ അതേ ഒരു പരിഹാരമുള്ളൂ. കുറേ പേരെ മാറ്റിയിട്ടുണ്ട്. അത് മാറ്റിയൊരു കാര്യം വലിയ തമാശയാണ്.
ഈ ഒരു 4 സെറ്റിൽമെൻറ്റ്സിന് ആൾക്കാരെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെയുള്ള എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഇവരെ പോയി കണ്ടു. അപ്പോൾ ഒരാൾ പറഞ്ഞു എന്നെ സർക്കാർ പറ്റിച്ചു എന്ന് പറഞ്ഞു. അത് നല്ലൊരു തമാശയായിരുന്നു. ഞാൻ ചോദിച്ചു, സർക്കാർ എങ്ങനെ പറ്റിക്കണം? നിങ്ങൾക്ക് പറഞ്ഞ കാശ് കിട്ടിയില്ലേ? ഒരു കുടുംബത്തിന് 18 വയസ്സിന് മേലുള്ള എല്ലാവർക്കും ഒരു കുടുംബമായിട്ട് കണക്കാക്കും. അങ്ങനെയാണ്. അപ്പോൾ ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 18 വയസ്സിന് മേലെയുള്ള ഓരോരുത്തരും കുടുംബമാണ്. അപ്പോൾ 4 കുടുംബം ആയി. അപ്പോൾ 15 ലക്ഷം രൂപ വീതം ഓരോരുത്തർക്കും കൊടുക്കും. 15 ലക്ഷം ഒന്നും അല്ല, അറിയാം. പക്ഷെ അതായിരുന്നു പാക്കേജ്, അത് കൊടുക്കും. അങ്ങനെ പോയി ആൾക്കാരാ. അപ്പോൾ അങ്ങനെ ഒരു കാരണവർ എന്നോട് പറഞ്ഞു, അതെ ഞങ്ങളെ പറ്റിച്ചു, എന്നെ പറ്റിച്ചു സർക്കാർ. അതെന്തത്? പണ്ട് സർക്കാർ പറഞ്ഞു ഞങ്ങളോട് 1-2 കുട്ടികൾ മതി എന്ന് പറഞ്ഞു. ഇപ്പം എന്താ, 2 കുട്ടികളുള്ള എനിക്ക് 30 ലക്ഷം കിട്ടിയുള്ളൂ. അപ്പുറത്ത് മറ്റവന് 5, 6, 7 കുട്ടികളുണ്ട്, അവന് കൂടുതൽ കാശ് കിട്ടിയെന്ന് പറഞ്ഞു. അതൊരു തമാശ. വേറൊരാൾ എന്നോട് പറഞ്ഞു, കാടിൻ്റെ അകത്ത് ഞങ്ങൾ കൃഷി ചെയ്ത് ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ വലിയ സങ്കടമായി. കാരണം ഇപ്പോൾ ഭക്ഷണം മുഴുവൻ പുറത്തുനിന്ന് വാങ്ങുന്ന സാധനം കൊണ്ടാണ്. ഇപ്പം ആസ്പത്രി പോകാനേ നേരമുള്ളൂ എന്ന് പറഞ്ഞു. വേറൊരാൾ ആവശ്യപ്പെട്ടത്, വല്ലപ്പോഴും ഒന്ന് എനിക്ക് കാട്ടിൽ പോയി ആ പറഞ്ഞ ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് പോയി എൻ്റെ മാനകളും ഒക്കെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നുണ്ടോ എന്ന് എനിക്കൊന്ന് കാണണം. അപ്പോൾ അതിനൊരു അവസരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. പല രീതിയിലാണ് ആളുകൾ പ്രതികരിക്കുന്നത്, അവരുടെ അനുഭവങ്ങൾ പറയുന്നത്. ഇത് ഈ റീലൊക്കേഷൻ, വോളണ്ടറി റീലൊക്കേഷൻ എന്നാണ് പറയണത്. വോളണ്ടറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എന്നാലും കുറച്ച് നമ്മളവരെ പ്രേരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ വോളണ്ടറി റീലൊക്കേഷനൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ എന്ത് സംഭവിക്കുന്നു? ഇത്രയധികം ഈ ഫ്രാഗ്മെൻറ്റേഷൻ, ഇത്രയധികം സെറ്റിൽമെൻറ്റ്സും ഇത്രയധികം റോഡുകളും ഒക്കെ കൂടി വരുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ മുഴുവൻ കൂടുതലായിട്ട് ഫ്രാഗ്മെൻറ്റേഷൻ വരും, കഷ്ണങ്ങളായി പോകുന്നു. ഈ കഷ്ണങ്ങളുടെ ഇടയിൽ കൂടി, മനുഷ്യരുടെ ഇടയിൽ കൂടി, കൃഷിയിടങ്ങളുടെ ഇടയ്ക്ക് കൂടിയാണ് ഈ ആനയും മാനും കാട്ടുപോത്തും ഒക്കെ നടക്കുന്നത് ആ ഒരു ഭാഗത്താണ്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത്. ഇത് പറഞ്ഞാൽ അത്ര സുഖമുള്ള വാക്കുകളല്ല, പക്ഷേ യാഥാർത്ഥ്യം അതാണ്. അത് ആ സത്യം മനസ്സിലാക്കാതെ പറ്റില്ല. ഇത് മാത്രമോ, ഇതോടൊപ്പം തന്നെ ഈ ആളുകൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ധാരാളം ഈ ഡീഗ്രഡേഷൻ സംഭവിക്കും. അതിൻ്റെ ഈ കാടിൻ്റെ അതിൻ്റെ ആ ഒരു തനതായിട്ടുള്ള ആ ഒരു കഴിവ്, അതിൻ്റെ ഒരു തനിമ, അത് നഷ്ടപ്പെടും. അത് സംഭവിക്കുന്നുണ്ട്. അതിന് ഞങ്ങളൊരു ചെറിയൊരു പഠനം നടത്തിയിരുന്നു. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, അയാളെ MSc ഡെസർട്ടേഷൻ വന്നതാ. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, 3 ട്രൈബൽ സെറ്റിൽമെൻറ്റ്സ് തോൽപ്പെട്ടി, വയനാട് മാനന്തവാടിക്കടുത്തുള്ള തോൽപ്പെട്ടിയിലെ 3 സെറ്റിൽമെൻറ്റ്സ് എടുക്കാൻ പറഞ്ഞു. ഈ സെറ്റിൽമെൻറ്റ്സിൽ നിന്നും ആളുകൾ എത്ര ദൂരം വരെ അവരുടെ കാര്യത്തിനായിട്ട് പോകുന്നുണ്ട്, അവരുടെ കന്നുകാലി എത്ര ദൂരം വരെ ഉണ്ട്, അവർ വിറക് ശേഖരിക്കാൻ എത്ര വരെ പോകുന്നുണ്ട്, ഓരോ കാര്യത്തിനും വേണ്ടി വനത്തെ ആശ്രയിക്കാനായിട്ട് ഇവർ എത്ര ദൂരം പോകുന്നുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. അതേപോലെ തന്നെ വന്യജീവികൾ ഇവരുടെ സെറ്റിൽമെന്റിന്റെ എത്ര അടുത്തേക്ക് വരുന്നുണ്ട് എന്നും കൂടി നോക്കാൻ പറഞ്ഞു. ഇത് നോക്കുമ്പോൾ ഒരു ഓവർലാപ്പിംഗ് ഉള്ള സ്ഥലമുണ്ടല്ലോ, എല്ലായിടത്തും പ്രശ്നമാണ്. ഇത് മനുഷ്യനും വന്യജീവികളും ഏതാണ്ട് ഒരേ സ്ഥലത്തേക്ക് തന്നെയാണ് വരുന്നത്. ഇതൊരു വലിയ പ്രശ്നമാണ്. ആ ഒരു പ്രശ്നത്തിലൂടെയാണ് ഈ ഡീഗ്രഡേഷൻ എന്ന് പറയുന്ന സാധനത്തിലേക്ക് വരുന്നത്. ശോഷിത വനങ്ങൾ എന്നൊക്കെ അവസാനം പറയും. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വനം വകുപ്പ് പറയുന്നു പ്രശ്നം അതൊന്നും അല്ല, ധാരാളം വീഡ്സ് ഉണ്ട്, കളകളുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് സെന്ന സ്പെക്ടാബിലിസ് എന്ന് പറഞ്ഞ മഞ്ഞക്കൊന്നയാണ് അവിടുത്തെ പ്രശ്നം എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ് വന്യജീവികൾ പുറത്തേക്ക് വരുന്നത്. 92 ഞാൻ ആദ്യമായിട്ട് മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പഠിക്കാൻ വയനാട്ടിൽ പോകുന്നത്. അന്നൊരു കൊന്നയില്ല. 1900 ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു സായിപ്പ് കോഴിക്കോട് നിന്ന് നീലഗിരിയിലേക്കുള്ള യാത്രയിൽ വയനാടിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വേലികളുടെ നാടാണ്, ഏറുമാടങ്ങളുടെ നാടാണ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഏറുമാടം വെറുതെ അന്നത്തെ ടൂറിസം ഒന്നുമില്ല. അന്ന് ആൾക്കാർ വന്യജീവികളെ ഓടിക്കാൻ വേണ്ടി തന്നെയാണ് മുകളിലുണ്ടായിരുന്നത്. അന്നും പ്രശ്നങ്ങളുണ്ട്. തിരുവിതാംകൂറിലെ പാർവതിബായി മഹാറാണി തിരുമനസ്സുകൊണ്ട് ഇറക്കിയ ഒരു വിളംബരമുണ്ട് 1818. അതിൽ പറയുന്നത് വന്യജീവികളുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ട ആയുധങ്ങൾ, കോപ്പുകൾ, അത് അന്നത്തെ ഭാഷയാണ്, വെടിക്കോപ്പുകളും മറ്റൊക്കെ കൂടി ഏതോ ഒരു ഹജൂർ കച്ചേരിയിൽ നിന്നും വാങ്ങേണ്ടതാണ് എന്ന് പറയുന്നു. തന്നെ മാത്രമല്ല, കൃഷി ചെയ്യാതെ ഇട്ടുപോരുന്നവർക്ക് വേണ്ട ശിക്ഷ വേറെയുണ്ട്. കാരണം അന്ന് ഭക്ഷണമാണ് പ്രശ്നം.
അപ്പോൾ 1818 ഈ പ്രശ്നം. ചിലർ പറയും ഇതിപ്പോ ഇന്നലെ വന്നേ ഉള്ളൂ എന്ന് പറയും. ചരിത്രം അറിയില്ല. ഒന്നുമില്ല, സ്വന്തം വാപ്പയുടെ ഉമ്മയുടെ ആരോടെങ്കിലും ഉമ്മയുടെ ഒക്കെ ചോദിക്കണ്ടേ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളതിനെ പറ്റി ഒരു ചോദ്യം വേണ്ടേ? അതൊന്നും ചോദിക്കില്ല. എന്നിട്ട് പറയും ഇതിപ്പം ഉണ്ടായിട്ടേ ഉള്ളൂ, ഇന്നലെ ഉണ്ടായിട്ടേ ഉള്ളൂ. ഇല്ല, ഇത് പണ്ടുണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്താ, ഇത് കൂടുതലായിട്ട് വന്നു, അതേ ഉള്ളൂ. കൂടുതലായിട്ട് വന്നു എന്നുള്ളതിന് പ്രശ്നങ്ങൾ ഞാൻ വേറൊന്ന് പറയാം. ഒരു പ്രധാന പ്രശ്നം എന്താ, നമുക്ക് സഹിഷ്ണുത കുറഞ്ഞു. സഹിഷ്ണുത കുറവാ. ഞാനും എൻ്റെ ഭാര്യയും തട്ടാനും മാത്രമുള്ള ജീവിതം മതി എനിക്ക്. അതിൻ്റെ അടുത്ത് വേറെ ആരും വേണ്ട. അതില് പാമ്പിന് പോലും പ്രശ്നം. നമുക്ക് അത് ഏറ്റവും നല്ല ഉദാഹരണം അതാ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പറമ്പിലൂടെ ഒരു പാമ്പ് പോയി കഴിഞ്ഞാൽ ഉടൻ ഞാൻ വനം വകുപ്പിനെ വിളിക്കും. ദേ ഇവിടെ കൂടി ഒരു പാമ്പ് പോകുന്നു, പാമ്പ് കോക്കറി കാണിച്ചോ, പാമ്പ് ഭീഷണിപ്പെടുത്തിയോ. പത്രക്കാരെഴുതും പാമ്പിൻ്റെ ആക്രമണത്തിൽ മരിച്ചു. അവർക്ക് ആക്രമണം എന്നുള്ള വാക്കേ അറിയുള്ളൂ. നമ്മുടെ ഇതിലുള്ള പോലെ തന്നെ ആക്രമണം എന്നുള്ള വാക്കേ അറിയുള്ളൂ. അപ്പോൾ പാമ്പിൻ്റെ ആക്രമണത്തിൽ മരിച്ചു. വനം വകുപ്പാണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ ഒരു തീരുമാനം കൂടി എടുത്തു. പാമ്പ് ആരെങ്കിലും കൊത്തുകയോ ചാകുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള നഷ്ടപരിഹാരം സർക്കാർ ഏറ്റെടുക്കുന്നത്. ഈ നാട്ടിലുള്ള എല്ലാ ജീവികളും അവരുടെയും ഉത്തരവാദിത്തം അവരങ്ങ് ഏറ്റെടുത്തു. ചെലന്തി, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2-3 കൊല്ലം മുമ്പ് തേനീച്ച കടന്നൽ കുത്തി നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞു സർക്കാരിൽ നിന്ന്. ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു, കൊതുക് കടിച്ചാൽ നഷ്ടപരിഹാരം തരുന്ന ഒരു, കാരണം എന്താ, വോട്ടാണ്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. സർക്കാരിന്റെ പണം, നമ്മുടെ പണം. ഇത് സഹിഷ്ണുത എന്ന് പറയുന്ന സാധനം ഇല്ല. ഇപ്പോ പണ്ട് ഈ മൂന്നാറില്, ഇപ്പൊ നിങ്ങൾ പത്രത്തിൽ വായിക്കുമായിരിക്കും, മൂന്നാറിൽ ആന ഇറങ്ങി, കടുവ ഇറങ്ങി, പുലി ഇറങ്ങി, കാട്ടുപോത്ത് ഇറങ്ങി. ഒരു 90കളിലും 2000-ന് മുമ്പൊക്കെ പറഞ്ഞിരുന്ന എന്താണെന്നറിയോ, കാട്ടുപോത്തിനെ കണ്ടു, ആനയെ കണ്ടു എന്നാണ്. ഇപ്പൊ ഇറങ്ങിന്നായി. എങ്ങോട്ടാ ഇറങ്ങണേ? കാട്ടിലേക്ക് തന്നെ ഇറങ്ങുക. എവിടേക്കാ പോകുന്നത്? മൂന്നാറിന്റെ ഏത് ഭാഗത്താണ് പ്രശ്നമുള്ളത്? ഉള്ള പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങൾ മുഴുവൻ. പണ്ടും ഈ പറഞ്ഞ ഇത് ടാറ്റാ ടീ എന്ന് പറയുന്ന നമ്മളെ ഇന്നത്തെ കണ്ണൻദേവൻ, KDHP, കണ്ണൻദേവൻ ഹിൽ പ്രൊഡ്യൂസിന്റെ അവരുടെ റെക്കോർഡുണ്ട് പഴയ കാലത്തെ. അന്ന് തൊട്ട് അവരെപ്പോ ഓരോ എസ്റ്റേറ്റിലും വരുന്ന മൃഗങ്ങളുടെ കണക്കൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട്. അന്നും എല്ലായിടത്തും ഈ പറഞ്ഞ സാധനമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്നും അവിടെയും കുറച്ച് മാറ്റങ്ങൾ വന്നു. കാരണം ലയങ്ങളിലുള്ളവർക്ക് പച്ചക്കറി കൃഷി ചെയ്യാനുള്ള അവകാശം, അധികാരം അല്ലെങ്കിൽ ഒരു ഭൂമി അതും വിട്ടുകൊടുത്തു. അപ്പൊ അവിടെയും പ്രശ്നമുണ്ടായി. അവിടെ വേറെ ചില പ്രശ്നങ്ങളും ഉണ്ടായി. ഈ എല്ലായിടവും കൊണ്ടുപോയി തടസ്സങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ സംഭവം. അപ്പോൾ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ KLDBയുടെ അവിടെ ഒരു മാടുപ്പെട്ടിയിൽ ഒരു കന്നാലിയുടെ വളർത്തുന്ന ഒരു സംഭവമുണ്ട്. അവരുടെ പച്ച ഉള്ള പുല്ല് ആ പുൽമേടുകളിൽ വന്ന് ആന തിന്നണമെന്ന് പറഞ്ഞിട്ട് അവരവിടെ കൊണ്ടുവന്ന് സോളാറിന്റെ വേലി വെച്ചു. വൈദ്യുത വേലി എന്ന് നമുക്ക് പറയാവുന്ന സോളാർ വൈദ്യുത വേലി വെച്ചു. അവരോട് എന്ത് പറ്റി? ആന വേറെ വഴിക്ക് പോയി. വേറെ വഴിക്ക് പോയപ്പോൾ ലക്ഷ്മി എസ്റ്റേറ്റിലെ ആന കയറി. അവിടെ പ്രശ്നമുണ്ടായി. പുതിയ സ്ഥലങ്ങളാ. അപ്പൊ അവിടെ അപ്രതീക്ഷിതമായിട്ട് വരുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. ഇത് മാത്രമോ? ഇതേപോലെ സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്, പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. പുതിയ സ്ഥലങ്ങളിലേക്ക്, ആന്ധ്രയിൽ നിന്നും ആന്ധ്രയിലേക്ക് പണ്ട് കർണാടകയിൽ നിന്നും ആനകൾ പോയിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രി മറ്റേ സിനിമാ താരം നാഗേശ്വർ റാവു അല്ലേ? അല്ലല്ലോ. അപ്പൊ സിനിമാ താരമായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഗണപതി വരുന്നു. ആന്ധ്രയിലേക്ക് ആദ്യമായിട്ടാണ് ആന വരുന്നത്. ആന്ധ്രക്കാർ ആനയെ കണ്ടിട്ടില്ല. അപ്പോൾ കൗണ്ടിന്യ വൈലൻസ് തിരുപ്പതിയുടെ ഇപ്പുറത്തുള്ള സ്ഥലത്തേക്കാണ് ആന വരുന്നത്. ഒരു കൂട്ടം ആനകൾ വരുന്നു. അവർ പറഞ്ഞു ഗണപതി വരുന്നു, നമുക്ക് അതിനെ സന്തോഷത്തോടുകൂടി നല്ല സതുദ്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞതാ. എന്തു പറ്റി? പക്ഷേ ആളുകൾ ഇത് ആലോകം എടുത്ത് കൊണ്ടുപോയി. പലരെയും ആന അനുഗ്രഹിച്ചു, ഗണപതി അനുഗ്രഹിച്ചു, സ്വർഗത്തിലേക്ക് വിട്ടു. അറിയില്ലായിരുന്നു പാവങ്ങൾക്ക്. ഇത് തന്നെ സംഭവിക്കുന്നുണ്ട് പലയിടത്തും. തമിഴ്നാട്ടിൽ നിന്നും ആനകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് വരുന്നുണ്ട്. മഹാരാഷ്ട്രയിലേക്ക് വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിലേക്ക് വന്നു, കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് വന്നു. ഛത്തീസ്ഗഡിൽ പണ്ട് 100 കൊല്ലങ്ങൾക്ക് മുമ്പ് ആന ഉണ്ടായിരുന്ന 100 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ട് ജാർഖണ്ഡിൽ നിന്നും ഒഡീഷയിൽ നിന്നും ആനക്കൂട്ടങ്ങളെത്തി. ഇന്ന് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്ന ഒരു പ്രദേശം ഛത്തീസ്ഗഡിലാണ്. ആളുകളുടെ മരണം സംഭവിക്കുന്ന ഒരു പ്രദേശം ഛത്തീസ്ഗഡ്. ഇവരൊന്നും ആനയെ കണ്ടിട്ടില്ല.
മഹാരാഷ്ട്രയിൽ ആന വന്നപ്പോഴേക്കും അവർക്ക് ആന എന്താന്ന് പോലും അറിയില്ല. ഫോറസ്റ്റുകാർക്കും അറിയില്ല ആന. ഫോറസ്റ്റുകാർക്കാകെ അറിയാവുന്ന ചിത്രത്തിൽ കണ്ടിട്ടുള്ള മാത്രമേ ഉള്ളൂ, അല്ല വൈൽഡിൽ കണ്ടിട്ടില്ല അവര്. അപ്പോൾ അത്രമാത്രം പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള വേറൊരു സ്ഥലം വെസ്റ്റ് ബംഗാളാണ്, ആസാമാണ്. നോർത്തേൺ ബംഗാളിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഫ്രാഗ്മെന്റേഷന്റെ പ്രശ്നങ്ങളുണ്ട്. എനിവേ, നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ അപ്പൊ ഈ ഒരു ടോളറൻസ് ലെവല്, നമ്മുടെ സഹിഷ്ണുത വളരെയധികം കുറഞ്ഞു. ആറ്റിറ്റ്യൂഡും മാറി. ഓരോന്നിനുമല്ല എല്ലാത്തിനും ഒരു വിജ്ഞം എന്ന് പറയില്ലേ, അതായത് എന്തിനാ ഇപ്പം ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ശരിയാണല്ലോ, എന്തിനാ ഇതിൻ്റെ ആവശ്യം എന്താ, എന്തിനാ ശുദ്ധവായു എന്ന് ചോദിക്കും, എന്തിനാണ് ശുദ്ധജലം, എന്തിനാണ്. ആകെ ഈ വെള്ളത്തെപ്പറ്റി ചോദിക്കുമ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആകെ അറിയാവുന്നത് മഴ പെയ്യുമ്പോൾ പത്രത്തിൽ വരുന്ന വാർത്തയാണ്. എന്താ, ഇത്രമാത്രം മെഗാ വാട്ട് വൈദ്യുതിക്കുള്ള വെള്ളം കിട്ടി. അപ്പോൾ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു അസംസ്കൃത വസ്തുവാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നത് കൃഷിക്ക് ആവശ്യമുള്ളതാണ്. അവിടെ ധാരാളം ജീവജാലങ്ങളുണ്ട്, അവിടെയുള്ള മത്സ്യങ്ങൾ ധാരാളം ആളുകൾക്ക് ഉപജീവന മാർഗമാണ്. ഇതൊന്നും പ്രശ്നമല്ല. ആകെ നമുക്കറിയാവുന്ന ഇതാണ്. കാരണം എന്താ, വൈദ്യുതി, നേരത്തെ പറഞ്ഞ വികസനം, സുസ്ഥിര വികസനത്തിന്റെ ഒരു ഭാഗമായിട്ട് സുസ്ഥിരമല്ലാത്ത വികസനമാണല്ലോ നമുക്ക് ആവശ്യം. എങ്ങനെ പൊളിഞ്ഞാലും ശരി നമുക്ക് കറണ്ട് ത്രൂ ഔട്ട് കിട്ടണം. ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകുന്നു. വേറെ ഒന്ന് പോളിസി ഡിസിഷൻസാ. അത് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടതും നയരൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്. നേരത്തെ ഞാൻ ചിന്നക്കനാലിൻ്റെ പറഞ്ഞു, ആനയിറങ്കലിൻ്റെ പ്രശ്നം. 301 കോളനി എന്നും പറഞ്ഞുകൊണ്ട് ഒരു കോളനി വന്നിട്ടുണ്ട്. 301 കോളനി മാത്രമല്ല, ഒരു 5 ട്രൈബൽ സെറ്റിൽമെന്റ്സിനെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് അവിടെ നടയിരുത്തി, ഇവിടെ ഇരുന്നോളൂ, താമസിച്ചോളൂ, ഇവിടെ കൃഷി ചെയ്തോളൂ എന്ന്. എവിടെ കൃഷി ചെയ്യാനാ പറയണേ? ആന വന്നിട്ട് ആ പാവങ്ങൾക്ക് അവിടെ നിൽക്കാൻ വയ്യ. ഇപ്പൊ പറയണമെങ്കിൽ അവരപ്പം അവിടെ നിന്ന് പോകും. സ്ഥലവും കാശും കൊടുക്കണമെങ്കിൽ അവർ പോകാൻ തയ്യാറാ. അവിടെ കൊണ്ടുവന്നിരുത്തി. അന്ന് വനം വകുപ്പിന്റെ ഒരു DFO കത്തെഴുതി, ചെയ്യല്ലേ, പുലിവാലാണ്, ഇത് പ്രശ്നങ്ങളിലേക്ക് പോകും. എന്ത് DFO? തീരുമാനങ്ങൾ എടുക്കുന്ന ഞങ്ങളല്ലേ, മുകളിലിരിക്കുന്നില്ലേ രാഷ്ട്രീയ നേതൃത്വം. ആരോട് ഉത്തരവാദിത്തം ഇല്ലാത്ത രാഷ്ട്രീയ നേതൃത്വം. അന്ന് തീരുമാനമെടുത്തവർ ഇന്ന് എന്തെങ്കിലും മറുപടി പറയുന്നുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, ആർളം വന്യജീവി കേന്ദ്രത്തിൽ അല്ലേ 2 പേരെ കൊന്നില്ലേ? ആർളത്ത് ഹസ്ബൻഡും വൈഫും 2 പേരെ കൊന്നു. ആർളം ഫാമിലല്ല, പുനരധിവാസ കേന്ദ്രത്തിനടുത്ത് അവിടെയാണ് കൊന്നത്, ആന കൊന്നത്. ഇതെന്താ, അതിൻ്റെ ചരിത്രം എന്താ? അവിടേക്ക് ആളുകളെ, ആ ആദിവാസികൾ അവിടുത്തുകാരല്ല, അവിടേക്ക് ആദിവാസികളെ പലയിടത്തു നിന്നായി കൊണ്ടുവന്ന് നടയിരുത്തുമ്പോൾ അന്നും അവിടുത്തെ DFO ഒരു കത്തെഴുതി, ഇവിടെ കൊണ്ടുവന്ന് വെക്കല്ലേ, ഇവിടെ പ്രശ്നമാകും. ഇത് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ അടുത്താണ്, അരികിലാണ്, അതിർത്തിയിലാണ്. അതിന് പകരം നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആർളം ഫാമും കഴിഞ്ഞിട്ട് അപ്പുറത്തെ സ്ഥലത്ത് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. കേട്ടില്ല. വീണ്ടും കത്തെഴുതി. 3 കത്തുകൾ എൻ്റെ കയ്യിലുണ്ട്, ഇപ്പോഴും എൻ്റെ മൊബൈലിലുണ്ട്, വേണമെങ്കിൽ. ഒരാളും കേട്ടില്ല. എന്നിട്ട് ഇപ്പൊ എന്താ, ആളെ കൊന്നു, കൊല്ലുന്നു. അന്ന് തീരുമാനമെടുത്ത രാഷ്ട്രീയ നേതൃത്വം ഇന്ന് ഉത്തരം പറയുമോ? എന്നിട്ട് ആർക്കാ ഉത്തരവാദിത്തം പറയേണ്ടത്? ഉത്തരം പറയേണ്ടത് വനം വകുപ്പുകാരാണ്. എന്നിട്ടോ ഇത് 2021 ഹൈക്കോടതി പറഞ്ഞിട്ട് ചീഫ് സെക്രട്ടറി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ചീഫ് കൺസർവേറ്റർ വൈൽഡ് ലൈഫും അവിടുത്തെ നോർത്തേൺ സർക്കിൾ കൂത്തുപറമ്പുകാരനാണെന്നുള്ളതും പിന്നീട് പ്രസക്തി ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതേപോലെ തന്നെ 2 ചീഫ് എഞ്ചിനീയർമാരും ട്രൈബൽ ഡെവലപ്മെന്റിന്റെ ഒരാളും ഞാനും കൂടിയുള്ള ഒരു വിദഗ്ധ സമിതി 2021 ഞങ്ങളവിടെ ചെന്നപ്പോഴേ ഞങ്ങൾക്ക് നിവേദനം കൊണ്ടുവന്നു, ഇവിടെ ഊരാളുങ്കൽ മതിൽ മതി. അങ്ങനെ ഒരു മതിലുണ്ടോന്നായി എനിക്ക് മനസ്സിലായി, സംഭവം എന്താണെന്ന് മനസ്സിലായി. എന്നാലും ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കണമല്ലോ. അങ്ങനെ ഒരു ബ്രാൻഡഡ് മതിൽ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇവിടുത്തെ ജനത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിന് വന്നല്ല, ഞങ്ങളിവിടെ പഠിച്ച് ഏതാണ് നല്ലത് എന്നതിനെപ്പറ്റി റിപ്പോർട്ട് കൊടുക്കാൻ ഹൈക്കോടതി പറഞ്ഞു, ചീഫ് സെക്രട്ടറി ഫോം ചെയ്ത കമ്മിറ്റിയാണ്, ഞങ്ങൾ അതിനനുസരിച്ചുള്ള റിപ്പോർട്ട് തരുമെന്ന് പറഞ്ഞു. ഞങ്ങളന്ന് ഉള്ള മതിലുണ്ട്, ഒരു മതിലോ അവിടെ എത്ര കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടുണ്ട്, പല പേരും പറഞ്ഞിട്ട്. അവിടെ സോളാർ ഫെൻസ് ഇട്ടിട്ടുണ്ട്, സ്പൈക്ക്, ഈ മുള്ളുകൊണ്ടുള്ള പോലുള്ള ഇരുമ്പിന്റെ മുള്ളുകൊണ്ട് പോലുള്ള ഫെൻസ് ഇട്ടിട്ടുണ്ട്, മതിൽ കെട്ടിയിട്ടുണ്ട്, മതിലിന്റെ മുകളിൽ നിന്ന് ആന ഡാൻസ് ചെയ്ത് പോകുന്നുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്.
അപ്പൊ അതുൾപ്പെടെ ആ ഉള്ള മതിൽ ഉൾപ്പെടെ ശക്തിപ്പെടുത്തിക്കൊണ്ട് 6 മാസം 9 മാസം മാക്സിമം പണം കിട്ടുകയാണെങ്കിൽ 9 മാസത്തിനുള്ളിൽ ആ പ്രശ്നം പരിഹരിക്കാവുന്ന തരത്തിലുള്ള പദ്ധതികൾ ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ച് നമ്മൾ പറഞ്ഞ് എഴുതി റിപ്പോർട്ടാക്കി. ഞങ്ങൾക്ക് ഫോൺ കോൾ വന്നു, അതെങ്ങനെയാ ശരിയാവുക? അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാൻ പറഞ്ഞു ഇത് ഞങ്ങളുടെ റിപ്പോർട്ടാണ്. എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞങ്ങളുടെ റിപ്പോർട്ടാണ്. ഹൈക്കോടതി ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും, നിങ്ങളല്ലല്ലോ ഉത്തരം പറയുക, അത് ഞങ്ങൾ തന്നെ ഉത്തരം കൊടുക്കുമെന്ന് പറഞ്ഞു. കൂത്തുറുമ്പുകാരനെ വിളിച്ചു. കൂത്തുറുമ്പുകാരൻ പോലും ധൈര്യമായിട്ട് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു, അത് നടക്കില്ല എന്ന് പറഞ്ഞു. ഈ റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാനത് എടുത്ത് മറിച്ച് നോക്കി. 2021 ഒക്ടോബറിൽ കൊടുത്ത റിപ്പോർട്ടാണ്. എന്നിട്ട് ഇപ്പൊ പറയുന്നു നമുക്ക് സോളാർ ഫെൻസ് വേഗം തീർത്ത് മതിലൊന്നും ആയിട്ടില്ല. അന്നും പറഞ്ഞിട്ടുണ്ട് മതിൽ ചെയ്യുന്ന വിഡ്ഢിത്താണ്. കാരണം എന്താ, ഒരു മതിൽ 1 കിലോമീറ്റർ മതിലുണ്ടാക്കണമെങ്കിൽ 1.5 കോടി രൂപ വേണം. നിങ്ങൾക്ക് സോളാർ ഫെൻസ് ഉണ്ടാക്കണമെങ്കിൽ മാക്സിമം 15 ലക്ഷം രൂപ, ഹാങ്ങിങ് ഫെൻസ് ആണെങ്കിലും 15 ലക്ഷത്തിന് രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം, ഇടയ്ക്കൊന്ന് അടിക്കാട് വെട്ടി കൊടുക്കണം, അതിലേക്ക് വള്ളികൾ പടരാതിരിക്കാൻ നോക്കണം. ഇതൊന്നും ചെയ്യാൻ ഞാൻ തയ്യാറല്ല. അതങ്ങനെ ഈ ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന കുറെ ആളുകൾ അവരിതിനൊന്നും തയ്യാറല്ല. അതൊന്ന്. രണ്ടാമതോ, ഇപ്പുറത്തുള്ളവരോ കാശ് ഏതാണ് കൂടുതൽ ചെലവാക്കാൻ പറ്റിയത്? കാരണം മതിൽ കെട്ടണമെങ്കിൽ വേറൊരു ഗുണം കൂടിയുണ്ട്, എവിടെയെങ്കിലും കോറി പൊട്ടിക്കണം, അതൊരു മെച്ചമാണ്. അപ്പൊ സുസ്ഥിര വികസനത്തിന്റെ ഭാഗമായിട്ട് അവിടെ കോറി വെട്ടുക, ആ കോറി കല്ല് ഇവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വഴിക്ക് പിന്നെ ഇവിടെ കുറെ മതിൽ കെട്ടണമെങ്കിൽ കുറെ മരം വെട്ടുക, ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ നടക്കുമല്ലോ. സുസ്ഥിരമായിട്ടുള്ള വികസനം നടക്കും. നടന്നില്ല. ഇപ്പൊ പറയണു, ഇന്നലത്തെ ഇതിൽ പറയുന്നു അവിടെ സോളാർ ഫെൻസ് വെച്ചിട്ട് വേഗം മതിൽ വരാൻ വർഷങ്ങളെടുക്കും. ഇത് തന്നെ ഞങ്ങൾ അന്ന് പറഞ്ഞത്. അന്ന് നടപ്പിലാക്കാത്ത, എന്നിട്ടോ ഈ മതിൽ കെട്ടാൻ ആരാ തീരുമാനിച്ചത്? 3 മന്ത്രിമാര് വന്ന് അവിടെ ഇരുന്ന് തീരുമാനിച്ചു. റിപ്പോർട്ടോ അവിടെ കിടക്കട്ടെ, ഞങ്ങൾ തീരുമാനിക്കുന്നു. ഈ മന്ത്രിയൊക്കെ എവിടെ പോയി? ഇപ്പോൾ ആരെങ്കിലും മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ടോ എന്തുകൊണ്ടന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞു? ആരോട് ഉത്തരവാദിത്വം? അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം, ഗവർണൻസിൽ വേണ്ട ഒരു സാധനമാണ് അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി. നേരത്തെ EIA പറഞ്ഞില്ലേ തുരങ്കത്തിന്റെ ട്രാൻസ്പെറൻസി. ജനങ്ങൾക്ക് അറിയണം എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. ഇതിനൊന്നും ആർക്കും ഒരു ഉത്തരവില്ല. ഇതേപോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ സെറ്റിൽമെന്റ്സും ഡീഗ്രഡേഷനും ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു സംശയം എന്താ, എല്ലാവരും പറയുന്നൊരു സംഭവമാണ് വൈൽഡ് ലൈഫ്, ഈ ആനയുടെ എണ്ണം കൂടി, കാട്ടുപോത്തിന്റെ എണ്ണം കൂടി, കടുവയുടെ എണ്ണം കൂടി. ഇതൊന്നും പറയാനായിട്ട് ഒരു കണക്കില്ല. അത് നമ്മുടെയും കൂടി ഒരു പരാജയമാണ്. നമ്മുടെയും കൂടി ഒരു പരാജയമാണ്. കാരണം കണക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിൽ ആനയുടെ എണ്ണം കൂടി എന്ന് പറഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ എന്ന് പറഞ്ഞൊരു ആനയില്ല. ആ ആന കർണാടകയിൽ പോയി കന്നഡ പറയും, തമിഴ്നാട്ടിൽ പോയി തമിഴ് പറയും. അപ്പൊ എന്താ, ആരുടെ ആനയാ? എല്ലാവരുടെ ആനയാ. അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവത്തിലൂടെയുള്ള ഒരു വിശകലനം ഈ ഡാറ്റ വെച്ചിട്ട് നടത്താൻ കുറേ വർഷങ്ങളായി പറയുന്നു, ഒന്നും ചെയ്യുന്നില്ല. ഞാൻ 2017 ഉള്ള റിപ്പോർട്ടിൽ ഞാനും കൂടി ഓതറാ. അന്നും ഞാൻ പറഞ്ഞു ഈ തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും കൂടി കണക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു സംഭവം നടത്താം. ഇല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ ഒരു മീറ്റിംഗിൽ വെച്ച് അവിടുത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞു, തമിഴ്നാട്ടിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, ഞങ്ങൾ സിൻക്രണൈസ്ഡ് സെൻസസ് നടത്തുന്നുണ്ട്. ഞാൻ ചോദിച്ചു എന്ത് സിൻക്രണൈസ്ഡ്? തമിഴ്നാടും കർണാടകയും കേരളവും ഒരേ സമയത്ത് നടത്തുന്നു, ഇതാണ് സിൻക്രണൈസ്ഡ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ കാര്യം? ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിശകലനം നടത്തിയിട്ട് ഒന്നിച്ച് വിശകലനം നടത്തണ്ടേ, ഒന്നിച്ച് പൂൾ ചെയ്യണ്ടേ? അത് ചെയ്തിട്ടില്ല. പിന്നെന്താ കാര്യം? അതൊന്ന്. രണ്ടാമത്, ഈ ആനയ്ക്കിടെ എണ്ണം കൂടിയെന്ന് പണ്ട് തൊട്ടേ പറയുന്നതാണ്. ഒരു ബോർഡിലോൺ എന്ന് പറയുന്ന ഒരു സായിപ്പിന്റെ പഴയ പുസ്തകമുണ്ട്. ഇപ്പൊ സായിപ്പന്മാരൊക്കെ അപ്പ കഥകളൊക്കെ എഴുതി വെക്കുമായിരുന്നു, ഗസറ്റ് നോട്ടിഫിക്കേഷന്മാര് അത് നന്നായിട്ട് എഴുതി വെക്കുമായിരുന്നു. അദ്ദേഹം മൂന്നാറിനെ പറ്റി പറയുന്നുണ്ട്. അന്ന് തൊടുപുറ എന്നാ പറയുന്നത്. തൊടുപുറയിലെ ആളുകൾ ഇവിടെ വന്ന് കൃഷി ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്താ, കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ മുഴുവൻ ആന പോകുന്ന സ്ഥലമാണെന്നും, എന്നിട്ട് അവർ പറയുന്നു ആന എണ്ണം കൂടിയത് കൊണ്ടാണ് ഇവിടെ കൃഷി നശിച്ചതെന്നും പറയുന്നു. ഇത് തെറ്റാണ് എന്ന് സായിപ്പ് അന്ന് പറയുന്നുണ്ട്. ഇത് തന്നെ ഇപ്പോഴും പറയാനുള്ളത്. പലയിടത്തുള്ള പ്രശ്നം അതാ. ഇവിടെ ഒരു കോമ്പോസിറ്റ് ആയിട്ടുള്ള എല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സംഭവം ഇല്ല. നമ്മള് ഒരു ജീവിയെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ
ഇവരെ മാത്രം ഒറ്റക്കൊറ്റക്ക് കണ്ടുകൊണ്ടാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾ ഈ ഒരു ആവാസ വ്യവസ്ഥയിലാണ്, നമ്മൾ ഈ ഭൂവിനിയോഗം കൂടി നമ്മൾ കണക്കിലെടുക്കണം. അതുപോലെ നമ്മൾ അവിടെ നടത്തുന്ന ഈ പറഞ്ഞ മിറ്റിഗേഷൻ്റെ കേസ് പറയുമ്പോൾ, ഇപ്പൊ ഞാൻ 1.5 കോടി രൂപ അതിന് വേണമെന്ന് പറഞ്ഞല്ലേ, അതേപോലെ 1.5 കോടി അല്ല കേട്ടോ, അതിൽ കൂടുതൽ വരും. കാരണം എന്താ വെച്ചാൽ പാറ പൊട്ടിക്കണ്ടേ, അതിൻ്റെ കാശ് വേറെ. അതിൻ്റെ കാശല്ല, അതിൻ്റെ ഒരു പാരിസ്ഥിതിക നഷ്ടമുണ്ട്, പാരിസ്ഥിതിക ആഘാതമുണ്ട്, അത് വേറെ. ഇപ്പുറത്ത് സോളാർ ഫെൻസ് ഇടുകയാണെങ്കിൽ ഇത്രേ വരുള്ളൂ. ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ഈ വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ആഘാതം കുറയ്ക്കാൻ വേണ്ടി, ഇല്ലാതാക്കുക എന്നുള്ള ഒരു വാക്ക് ഒരാളും പറയില്ല, കുറയ്ക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ നോക്കേണ്ട ചില തത്വങ്ങളുണ്ട്. ഒന്ന് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിരിക്കണം, കഴിയുന്നത്ര ചെലവ് കുറഞ്ഞതും അതേസമയം പ്രയോജനപ്രദമായതും ആകണം. സോഷ്യലി അക്സെപ്റ്റബിൾ ആകണം, ജനങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് സ്വീകാര്യമാതായിരിക്കണം. മറ്റൊന്ന് സൈറ്റ് സ്പെസിഫിക് ആയിരിക്കണം. അതായത് വയനാട് വിജയിച്ചു എന്ന് കരുതിയിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വിജയിക്കണമെന്നില്ല. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച്, ചരിവനുസരിച്ച്, ആ ഭൂമിയുടെ മണ്ണിൻ്റെ ഇതൊക്കെ അനുസരിച്ച് അതിനനുസരിച്ച് വേണം, സൈറ്റ് സ്പെസിഫിക് ആയിരിക്കണം. ഇത്തരം കുറേ കാര്യങ്ങൾ. നിർത്താറായോ? പറയാം. എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു. കുറച്ചുകൂടി ആകാം അല്ലേ? കുറച്ചുകൂടി പറഞ്ഞിട്ട് നിർത്താം. ഞാൻ സജീവിൻ്റെ സമയം കൂടി ഇങ്ങോട്ട് കടമെടുക്കുകയായിരുന്നു. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഈ പ്രിൻസിപ്പിൾ ഒന്നും നോക്കണില്ല. നമ്മൾ എന്താ ചെയ്യുക? കിടങ്ങ് ഒഴിക്കുക. പണ്ട് കിടങ്ങായിരുന്നു. അതെന്താ സംഭവം? ജോലി കിട്ടും കുറേ പേർക്ക്. ഇന്നിപ്പോൾ അതുകൊണ്ട് കാര്യമുണ്ടോ? ഇന്ന് നേരെ JCBക്കാ ജോലി കിട്ടുക, ജനത്തിന് ജോലിയൊന്നും കിട്ടില്ല. തന്നെയോ ഇളകിയ മണ്ണാണ്. ആന വന്ന് കൂളായിട്ട് കയറി ഇറങ്ങി മറ്റേ ആന പിടിച്ച് വലിച്ച് സഹായിച്ച ഫോട്ടോ ഉണ്ട്, അതുവരെ നടക്കുന്നുണ്ട്. സോളാർ ഫെൻസ് ആണ് ഇന്നും ടെക്നിക്കലി ഏറ്റവും സാങ്കേതികമായിട്ട് ഏറ്റവും നല്ലൊരു സാധനം, സോളാർ പവർ ഫെൻസ്. പക്ഷെ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല. 15 ലക്ഷം ഉള്ളൂ. മറ്റേ 1.5 കോടിയാ. റെയിൽ ഫെൻസ് 1.5 കോടിയാ. അത് കൊള്ളാം. പിന്നെ എന്തെങ്കിലും ഒരു പുതിയ ജാർഗൻസ് വേണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. എന്ത് ഇൻ്റലിജൻസ്? ഈ മനുഷ്യനുള്ള ഇൻ്റലിജൻസ് അല്ലേ അതിനും കൊടുക്കാൻ പറ്റുള്ളൂ. നടക്കുന്നത് മുഴുവൻ അതാ. ചാലക്കുടി വഴിയിലൊന്ന് പോയി നോക്കുക, അതിരപ്പള്ളിയിൽ. അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ ഇരിപ്പുണ്ട്. ഒരെണ്ണം വർക്ക് ചെയ്യുന്നുണ്ട്, മറ്റേ വർക്ക് ചെയ്യുന്നില്ല. മെയിൻ്റനൻസിന് കാശില്ല. അപ്പോൾ അവരോട് അത് തീർന്നില്ലേ? പിന്നെ അപ്പോൾ ഇത് പിന്നെ റെയിൽ ഫെൻസ്, ചില്ലി, മുളക്. എന്താ ആഫ്രിക്കയിൽ എന്തൊക്കെ, കെനിയയിൽ എന്തൊക്കെ സക്സസ്ഫുൾ ആയോ അതൊക്കെ ഇവിടെ നടപ്പിലാക്കുക. ഇതാ പറഞ്ഞത്. മുളക് നല്ലതായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവിടെ ചില്ലി കോർപ്പറേഷൻ ഉണ്ടാക്കിയിട്ട് മുളക് എന്നുള്ള വരുമാനം കൂടി. ബീഹൈവ്, തേനീച്ച. തേൻ നല്ലതാണ് ആരോഗ്യത്തിന്. ലൂസി കിങ് എന്ന് പറയുന്ന അവരെ കെനിയയിൽ നടപ്പിലാക്കി. ശ്രീലങ്കയിൽ പരാജയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഞാൻ ശ്രീലങ്കയിൽ വന്ന് നടപ്പിലാക്കും എന്ന് പറഞ്ഞു. നേരെ പോയി. അവിടെ ചെന്നിട്ട് തിരിച്ചു പോകാൻ നേരത്ത് പറഞ്ഞു ഇവിടുത്തെ തേനീച്ചകളുടെ കുത്താൻ ശരിക്കും അറിയില്ല, ഇല്ലെങ്കിൽ ആനകളുടെ തൊലിക്ക് എന്തോ കട്ടിയാണ്, എന്നാലും തേൻ നല്ല ആരോഗ്യത്തിനല്ല എന്ന് പറഞ്ഞു. അതിപ്പോൾ അവർ പറയണമല്ലോ, അതിനുവേണ്ടിയല്ലല്ലോ വന്നത്. നമ്മളിവിടെ പീച്ചിയിലുണ്ട് തേൻ്റെത്. അയാൾ അവിടെ കൊണ്ടുവന്ന് തേൻ വിൽക്കുന്നുണ്ട്. IFSകാരുടെ ട്രെയിനിങ്ങിൻ്റെ അവിടെ. ഇത് സോളാർ പവർ ഫെൻസിൻ്റെ ഇത് തേനാണ്, അല്ല സോളാറല്ല, ആനയുടെ ഇതിൽ നിന്നുള്ള തേനാണെന്നൊക്കെ പറഞ്ഞു. നല്ല മാർക്കറ്റിങ്ങാണ്. ഞാൻ എന്നിട്ട് അവിടെ പോയി നോക്കുമ്പോൾ ഉണ്ട്, തേനീച്ചയുടെ ഇത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് സോളാർ ഫെൻസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ. പിന്നെ പീച്ചിൽ അത്ര അധികം ആന ഒന്നും വരുന്ന സ്ഥലമല്ല. ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അല്ല, ഒരു വെബ്സൈറ്റിൽ വലിയൊരു റിപ്പോർട്ട് കണ്ടു. വയനാട്ടിൽ അമ്പം എന്ന് പറയുന്ന ഒരു വില്ലേജിൽ ശശിധരൻ എന്ന് പറയുന്ന ആള് ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തിയിരിക്കുന്നു. ഈ പറഞ്ഞ കക്ഷിയെ പറ്റി അന്വേഷിച്ചിട്ട് ഒരു പിടിയില്ല. തന്നെയല്ല, ഈ പറഞ്ഞ സ്ഥലത്ത് ആന അധികം വരാറില്ല. പിന്നെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുമില്ല. ആത്മ എന്ന് പറയുന്ന ഒരു പരിപാടി, വെറ്ററിനറി സയൻസിൻ്റെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് മറ്റേ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് അവിടെ നടപ്പിലാക്കി. അത് ഭയങ്കര വിജയമാണെന്ന് ഇതിൽ എഴുതി വെച്ചിരിക്കുക. ഞാൻ പോയിരുന്നതാണ് അവിടെ. ഇത് നടപ്പിലാക്കാൻ വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഞാനുണ്ട് അവിടെ പോയി, വെറ്ററിനറി ഡോക്ടറുടെ കൂടെ. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു അത് പോയിട്ടോ ആന പറിച്ചളഞ്ഞു എന്ന് പറഞ്ഞു. തന്നെയല്ല, നമുക്ക് പറ്റില്ല. തേനീച്ചയുടെ ഒപ്പം തേനിൻ്റെ ഒപ്പം കരടിയും കൂടി വരും. അതും കൂടി നോക്കേണ്ടി വരും. അതൊരു പ്രശ്നമാണ്. അപ്പോൾ ആനയുടെ ബിഹേവിയർ, ആന സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഇങ്ങനെ കുറേ സംഭവങ്ങൾ നോക്കിയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തായ്ലൻഡിൽ CD കെട്ടിത്തൂക്കി. CD ഇല്ലേ നമ്മളെ പണ്ടുണ്ടായിരുന്ന CD കെട്ടിത്തൂക്കി. അപ്പോൾ ഈ തിളങ്ങും, ആന പേടിച്ചോടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് തായ്ലൻഡിൽ ചെയ്തത്.
അപ്പോൾ അവർ ഞങ്ങൾ ഏഷ്യൻ എലിഫന്റ് സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പിൽ മെമ്പറാണ് അവർ. അപ്പോൾ എന്നോട് പറഞ്ഞു, സി ദിസ് ഈസ് ഗോയിങ് ടു ബി സക്സസ്ഫുൾ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോണിക് കമ്പനിക്കാർക്കൊക്കെ ഈ CD ഒന്ന് ഡിസ്പോസ് ചെയ്യണം, അത് മുഴുവൻ പാടത്തായി. അത്ര തന്നെ സംഭവിച്ചുള്ളൂ, ഒന്നും സംഭവിച്ചില്ല. ആനയ്ക്ക് ഒരു ഇന്നും ഇഫക്റ്റീവായിട്ടുള്ളൊരു സാധനം ഏറുമാടങ്ങൾ തന്നെയാണ്. ഏറുമാടങ്ങളും പാട്ടകൊട്ടലും ഓടിക്കലും ഒക്കെ തന്നെയാണ് സക്സസ്ഫുൾ ആയിട്ട്, ശരിക്കുള്ള സക്സസ്ഫുൾ ആയിട്ട്. പക്ഷേ വയനാട്ടിൽ പോയി ഇത് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നൂൽപ്പുഴ പഞ്ചായത്തിലെ കർഷകരുടെ ഒരു മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞപ്പോൾ അവർ പറയാ, അതിനിപ്പോൾ ഏറുമാടത്തിലിരിക്കാൻ ബംഗാളി സമ്മതിക്കുമെന്ന് അറിയില്ല എന്ന്. പ്രശ്നമാണിത്. മാൻ പവർ ഇല്ല. നേരത്തെ പറഞ്ഞ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു, പിന്നെ ഉള്ള കുട്ടികളൊക്കെ ന്യൂസിലാൻഡിലും അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ പോയിരിക്കുക, ഇവിടെ ആരും ഇല്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ മിറ്റിഗേഷൻ്റെ ഇതിൽ ഈ എഫിക്കസി എന്ന് പറയുന്ന സാധനമുണ്ട്, അത് ഒരിടത്തും നോക്കുന്നില്ല. പിന്നൊന്ന്, ഇതൊരു വന്യജീവിയുടെ ബയോളജിസ്റ്റുകളുടെ പ്രശ്നം മാത്രമല്ല, ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. ഒരു ഇക്കണോമിക്സ് ഉണ്ട്, ഒരു സാമ്പത്തിക വശമുണ്ട്, പൊളിറ്റിക്കൽ ഇക്കോളജി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് ആകെ അവിയലാണ്. നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഈ കൃഷിക്കാരോട് അല്ല ഇത് ബുദ്ധിമുട്ടുള്ളവരോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാം, ഞങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ടില്ല, ഞങ്ങളെ വനം വകുപ്പ് ഉപദ്രവിക്കുന്നു, പിന്നെ വന്യജീവികൾ വരുന്നതിനെ കൊല്ലാൻ സമ്മതിക്കണില്ല, കൊന്നാ തിന്നാൻ സമ്മതിക്കണില്ല. കള്ളിങ് എന്ന് പറഞ്ഞിട്ടാ അതിന് പറയുക. ഓസ്ട്രേലിയയിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ അമേരിക്കയിൽ ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ നോക്കി, ടെനസി എന്ന് പറയുന്ന സ്ഥലത്ത് കാട്ടുപന്നിയെ കൊണ്ടുവന്നിട്ട് അതിനെ കൊല്ലാനായിട്ട് നടത്തിയിട്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. അത് പിന്നെയും കൂടിക്കൊണ്ടിരിക്കുക, തിന്നുന്നതനുസരിച്ച് പിന്നെയും കൂടിക്കൊണ്ടിരിക്കുക. ഈ കൊന്നാൽ പാവം തിന്നാൽ പോകും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സംസ്കാരം പലതിനും സമ്മതിക്കണില്ല. ഈ കൊന്ന് എടുക്കുക എന്നുള്ള സംസ്കാരം അത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ ഇല്ല. ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ആ ഒരു രീതിയിലുള്ളൊരു സംഭവമുണ്ട്. ഇനിയിപ്പോൾ സർക്കാർ എന്തൊക്കെ ചെയ്തു? നല്ല തമാശയാ. ഇത്തരം കുറേ റിപ്പോർട്ടുകളുണ്ട്. കേരളത്തിൽ ഇന്ന് നടപ്പിലാക്കിയിട്ടുള്ള ഈ പറഞ്ഞ പ്രതിരോധ മാർഗങ്ങൾ എത്രമാത്രം ഫലപ്രദമാണെന്ന് പഠിക്കാൻ വേണ്ടി എനിക്ക് കാശ് തന്നു. ഇവരല്ല, സർക്കാരല്ല, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യക്ക് 25 ലക്ഷം രൂപ മറ്റേ സർക്കാർ എന്ന് കൊടുത്തു. അവരെന്നോട് പറഞ്ഞു, ഈ ഭാഗം ഒന്ന് പഠിക്കണോട്ടോ എന്ന് പറഞ്ഞു. ഞാൻ കേരളത്തിലുള്ള എല്ലാ സ്ഥലത്തും പോയി എന്തൊക്കെ കമ്പിവേലിയുണ്ട്, ഇതൊക്കെ ഉണ്ട്, എല്ലാം നടത്തി നോക്കി, ഒരു കാര്യമില്ല. എന്നിട്ട് ഞാൻ റിപ്പോർട്ട് കൊടുത്തു 2010. എവിടെയോ കിടക്കുന്നുണ്ട്, വേസ്റ്റിലെല്ലാം തോന്നണു, അതവിടെ എവിടെയോ കിടക്കുന്നുണ്ട്, നോക്കണില്ല. എന്തുകൊണ്ട് നന്നായില്ല എന്നും പറയുന്നുണ്ട്. 10 കൊല്ലം ഒരു പ്രശ്നവുമില്ലാതെ സോളാർ പവർ ഫെൻസ് പുനലൂർ കാട്ടിൻ്റെ അകത്തുള്ള ഒരു ട്രൈബൽ കോളനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു പയ്യനുണ്ട്, ITI പാസ്സായ. അവൻ അസലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും, അടിക്കാട് വെട്ടും, ഇതൊക്കെ ചെയ്യും. നമ്മുടെ നാട്ടിൽ പറ്റില്ല, ഒന്നും വർക്ക് ചെയ്യില്ല. ഉടനെ പറയും ആന മറ്റേ ഉണക്ക കമ്പൗണ്ടൊന്ന് പൊട്ടിക്കും, ഇല്ലെങ്കിൽ വേറെ വല്ലതും പറയും. ഇങ്ങനെ ഓരോ എക്സ്ക്യൂസസ് പറയും. ഇപ്പോൾ കാട്ടുപന്നിയെ കൊല്ലാനായിട്ട് ജനജാഗ്രതാ സമിതി ഉണ്ടാക്കിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഉള്ള ആ കമ്മിറ്റിക്ക് അധികാരം കൊടുത്തു. അപ്പോൾ പറഞ്ഞു ലൈസൻസ് ഉള്ള ഗണ്ണ് വേണമെന്ന് പറഞ്ഞു. ലൈസൻസ് ഉള്ള ഗണ്ണാണോ? നിലമ്പൂർ 300 കൊന്നിട്ടുണ്ട്, റാന്നിയിൽ 400 കൊന്നിട്ടുണ്ട്. അതെന്താ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ? പ്രസിഡന്റുമാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനം ഇത് തന്നെ ഉള്ളൂ, വേറെ ഒന്നും അറിയില്ല. ആക്ഷനിലേക്ക് എന്തുകൊണ്ട് പോയില്ല? ഇവർക്ക് പെർമിഷൻ കൊടുത്തല്ലോ. ഇത് കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു മുമ്പ്. ആ കമ്മിറ്റിയിൽ ഒരു ദേവസ്യേട്ടൻ ഉണ്ടായിരുന്നു. ദേവസ്യേട്ടൻ പറഞ്ഞെന്താണെന്നറിയോ? സാറെ പെട്ടെന്ന് പറയണമെങ്കിൽ ഇത് വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ, കൊന്നല്ലേ തിന്നല്ലേ. നമ്മളെ ദേവസ്യേട്ടാ അതെ എനിക്കതേ പറയാൻ അറിയുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് സംഭവം. നമ്മൾ ജനജാഗ്രതാ സമിതി ഉണ്ടാക്കി, പിന്നെ ഡിസ്ട്രിക്ട് ലെവൽ കോൺഫ്ലിക്റ്റ് കമ്മിറ്റി ഉണ്ടാക്കി, പിന്നെ ഹൈക്കോർട്ട് പറഞ്ഞിട്ട് ഹൈക്കോർട്ട് സ്വമേധയാ ഇതെടുത്തിട്ട് ഞങ്ങൾ 3 പേര് എക്സ്പെർട്സ് ഉള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കി. പിന്നെ ഇന്റർനാഷണൽ ഇതൊന്നും പോരാണ്ട് ഈ ഹൈക്കോടതിയിൽ നിന്ന് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയെ കൊല്ലാൻ വേണ്ടി സർക്കാർ ഒരു പണി ചെയ്തു. ഇന്റർനാഷണൽ വിദഗ്ധരെയൊക്കെ കൂടിയുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ഈ ഇന്റർനാഷണൽ വിദഗ്ധരെന്ന് പറഞ്ഞാൽ ഞാൻ കൂടിയുള്ള ഏഷ്യൻ സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പിലുള്ള കമ്മിറ്റിക്കാരാ, മെമ്പേഴ്സാ. അപ്പോൾ ഇന്റർനാഷണൽ ഇവിടെ ഇരുന്ന ഇന്റർനാഷണൽ ആവില്ല, അവിടെ നിന്ന് ഇന്റർനാഷണലിനെ കൊണ്ടുവന്നു. എന്നിട്ട് എന്തായി? ഒന്നും സംഭവിച്ചില്ല. ഒരു മീറ്റിംഗ് ഓൺലൈനിൽ കൂടി, മറ്റുള്ളവരൊക്കെ പലരും ഒന്നും സംഭവിച്ചില്ല. ഡിസ്ട്രിക്ട് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി അതുണ്ടായില്ല, ഒന്നും സംഭവിച്ചില്ല. ഇപ്പൊ പറയുന്നു ഓരോ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കും ഏതൊക്കെ രീതിയിൽ പെരുമാറാനായിട്ടുള്ള, പന്നിയെ എങ്ങനെ നേരിടണം, ആനയെ എങ്ങനെ നേരിടണം, ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കാനും ഒരു റിപ്പോർട്ട് കൊടുക്കാനായിട്ട് ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ പേര് സഹിതം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
ധാരാളം നല്ല കാര്യം ചരിത്രം അറിയില്ല, ഓർമ്മയില്ല. ഒരു 5-6 കൊല്ലം മുമ്പ് സുരേന്ദ്രകുമാർ എന്ന് പറയുന്ന ചീഫ് ഓഫ് ലൈഫ് ഇരിക്കുമ്പോൾ ഇതേ സംഭവം ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും ഫയലിൽ കിടക്കണ്ടാവും, അത് ഓർമ്മയില്ല. അപ്പൊ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. പിന്നെ ഈ മൂന്നാറിലെ കാര്യം പറയുമ്പോൾ, മൂന്നാറിലെ ആനകൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം വേസ്റ്റ് മാനേജ്മെന്റാണ്. അവിടെ കല്ലാർ എന്ന് പറയുന്ന സ്ഥലത്ത് ആന വേസ്റ്റിന്റെ നടുക്ക് നിന്ന് തിന്നണ ഫോട്ടോ ഉണ്ട്. അത് വേസ്റ്റിന്റെ പ്രശ്നം പറയുമ്പോൾ ആന മാത്രമല്ല, പന്നിയായാലും കുരങ്ങായാലും ഒക്കെ ഇതിലേക്ക് വരും. ഈ വേസ്റ്റ് തിന്നുന്ന ജീവികളുടെ ഈ പ്രജനനത്തെക്കുറിച്ച് അത് നമുക്ക് ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് പ്രജനന, ധാരാളം ഓർഗാനിക് സാധനങ്ങൾ അടിച്ചു കയറ്റിയിട്ട്. കാരണം നമ്മൾ തിന്നുന്ന ഈ ഫാസ്റ്റ് ഫുഡാണല്ലോ കൂടുതലും. അത് തന്നെ മൃഗങ്ങൾക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്നതിനേക്കാളും അപ്പുറത്തേക്ക്, നമ്മളെ ചിന്തകൾക്ക് അപ്പുറത്തേക്കുള്ള രീതിയിൽ പ്രജനനം നടക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ മാടുപ്പെട്ടി പോയി കാണും ഇല്ലേ? മൂന്നാറിലെ മാടുപ്പെട്ടി ഭാഗത്ത് എത്ര കടകളാണുള്ളത്. ആ കടകളിൽ മുഴുവൻ ആനയ്ക്ക് വേണ്ട ഭക്ഷണങ്ങൾ മുഴുവനുണ്ട്. എന്ത് നമ്മൾ പറയണ ആന വരരുതെന്ന്. പലതിനും ലൈസൻസ് പോലും ഇല്ല, പെർമിഷനും ഇല്ല, ഒന്നുമില്ല. ഇതിൻ്റെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാലോ ചീത്ത പറയും. ആ റിപ്പോർട്ടും അവിടെ ഹൈക്കോടതിയുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. വയനാടിൻ്റെ റിപ്പോർട്ടും. വെള്ളമില്ല, ഭക്ഷണമില്ല. അന്ന് വേലൂർ മഖന മോഴ വയനാട്ടിൽ ഇറങ്ങിയപ്പോൾ പറഞ്ഞ സംഭവങ്ങളാണ്. ഇവിടെ വെള്ളമില്ല, വനം വകുപ്പ് ആവശ്യത്തിന് വെള്ളം കൊടുക്കണില്ല, ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കണില്ല. അന്ന് 67ഓളം ഫുൾ കോളം അവിടെ പോയി ഞങ്ങൾ പേഴ്സണലായിട്ട് എല്ലാത്തിൻ്റെയും ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും. ഏപ്രിലിൽ ഇപ്പോഴും ആവശ്യത്തിൽ കൂടുതലാണ് വെള്ളം. അതിൻ്റെ പ്രശ്നമായിരിക്കും. ഭക്ഷണമില്ല. എന്തിൻ്റെ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇവിടെ യൂക്കാലിപ്റ്റസ് വെച്ചുകൊണ്ടാണ്, തേക്ക് വെച്ചുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പോണു? ആയിരിക്കാം. ഓരോ കാലഘട്ടത്തിൽ ഓരോ ശരികളുണ്ട്. ആ കാലഘട്ടത്തിലെ ശരികളെ ഇന്നിപ്പോൾ നമുക്ക് മാറ്റണം. പക്ഷെ അതുകൊണ്ടാണ് ഇത് വരണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റൂല. അതാ ഞാൻ പറഞ്ഞത്. 1900 ഉണ്ട് പ്രശ്നം, 1818 പ്രശ്നം. അപ്പൊ ഇതുകൊണ്ടാണത് ഉണ്ടായത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്നിട്ട് എന്താ ഇപ്പൊ പറഞ്ഞേ? കുറെ കാശ് കൂടി മുടക്കി ഇവനെ അങ്ങോട്ട് ഉണർത്താൻ പോവുക. അതായത് വനത്തിന്റെ ആ ഒരു വനം മോശമായ സ്ഥിതിയിലാണല്ലോ, ഡീഗ്രഡേഷൻ സംഭവിച്ചാണ്. അതുകൊണ്ട് ശോഷിത വനങ്ങളെ മുഴുവൻ ഉത്തേജിപ്പിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം നടത്താൻ പോവുക. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വേൾഡ് ബാങ്കിന്റെ പൈസ മുടക്കി അസിസ്റ്റഡ് നാച്ചുറൽ റീജനറേഷൻ എന്നും പറഞ്ഞ കുറച്ച് ഇക്കോളജിക്കൽ റെസ്റ്റോറേഷൻ പരിപാടി നടത്തിയിരുന്നു. അതിന്റെ കണക്കവിടെ. അന്നത്തെ എന്തേ ഉത്തേജിപ്പിച്ചില്ലേ? എന്ത് സംഭവിച്ചു? ധാരാളം സത്യങ്ങൾ നമ്മളിങ്ങനെ കിടക്കുക. ഇത് ഒന്ന് ആ ഗവർണൻസിലുള്ള പ്രശ്നമാണ്. ഞാനത് എപ്പോഴും പറയുന്നു. അക്കൗണ്ടബിലിറ്റി ഇല്ല, പിന്നെ ട്രാൻസ്പെറൻസി ഇല്ല, പിന്നെ ചരിത്രം മുഴുവൻ നോക്കുന്നില്ല, എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നോക്കുന്നില്ല. പിന്നെ രാഷ്ട്രീയ നേതൃത്വത്തിന് എന്തും ചെയ്യാം, ആരും ചോദിക്കാനും പറയാനും ഇല്ല. ആ ഒരു രീതിയിൽ നിന്ന് മാറിയേ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ സംഭവം നടക്കുള്ളൂ. ഇതിന്റെ മാത്രം പ്രശ്നമായിരിക്കില്ല. നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ ഈ പ്രശ്നത്തെ പറ്റി പറയുന്നു. ഇതുപോലെ നിരവധി പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കണക്ക് കണ്ടു. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ മരിച്ചതിൻ്റെ കുറേ കണക്കുണ്ട്. ധാരാളം പേര് മരിച്ചിട്ടുണ്ട് ഈ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. ഇതുമായിട്ടും അല്ലാതെയുമായിട്ടൊക്കെ ധാരാളം പേര് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ മരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, തൃശ്ശൂർക്കാരായതുകൊണ്ട് ചോദിക്കുക. ഈ നെറ്റിപ്പട്ടം കിട്ടിയാൽ ആനയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അവരെയൊക്കെ ആരെയും കൊല്ലാം അല്ലേ? ഒരു പ്രശ്നമില്ല. റോഡ് തടസ്സപ്പെടുത്തണ്ട, മരിച്ചവരുടെ ഡെഡ് ബോഡി വെച്ചുകൊണ്ട് നമ്മൾ സമരം ചെയ്യില്ല, നമ്മൾ ബാർഗെയിൻ ചെയ്യില്ല, ഒരു പ്രശ്നമില്ല. അതെന്തേ അങ്ങനെ ഒരു രണ്ട് സമീപനം പാട്ടുണ്ടോ? എല്ലാത്തിനും ഒരേ പ്രശ്നം. കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങുന്ന പരിപാടിയല്ലേ ഇത്? എന്തേ ശ്രദ്ധിക്കാത്ത? നോക്കണം, ആലോചിക്കണം. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇന്നലെ ചെയ്ത ഒരു അബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ നാളെ മനുഷ്യരെ കൊല്ലുന്ന ഒരു ആചാരമാണ് ആന ഉൾപ്പെടെയുള്ളവർക്ക്. എന്തേ കുഴപ്പമുണ്ടോ? പാടില്ല. നമ്മൾ ചിന്തിക്കേണ്ടതും വസ്തുതയിൽ എനിക്ക് സന്തോഷം തോന്നി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വസ്തുതകൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളെപ്പോഴും പ്രതികരിക്കാൻ. ശാസ്ത്രമറിയാതെ, അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ അറിയാതെ. അതുകൊണ്ടാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് യാഥാർത്ഥ്യം കൂടുതലായി പോയിരുന്നെങ്കിൽ അങ്ങ് കരുതുക. പക്ഷെ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. പിന്നെ തുരങ്കത്തിൻ്റെ ഇത് റിപ്പോർട്ട് വേണമെങ്കിൽ ഞാൻ തരാം. അതിൻ്റെ ബയോഡൈവേഴ്സിറ്റി പാർട്ട് ഞാനാണ് ചെയ്തത്. ഞാനല്ല, ഞങ്ങളുടെ ഒരു ടീമാണ് ചെയ്തത്.
അപ്പോൾ അതിൻ്റെ വേണമെങ്കിൽ തരാം. പക്ഷെ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് ജിയോളജിക്കൽ പ്രശ്നങ്ങളാണ്, ഈ ബ്ലാസ്റ്റിങ്. പിന്നെ നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ ഈ 1 കൊല്ലം കൊണ്ട് ചെയ്യാവുന്ന നമ്മൾ 10 കൊല്ലം കൊണ്ട് തീരുള്ളൂ. കുതിരാൻ ഇപ്പോഴും കുതിർന്ന് കിടക്കുക, ഒന്നും സംഭവിക്കില്ല. അതുപോലെയാണ് നമ്മൾ ക്വാളിറ്റി ഇല്ല, ഒരു ഉത്തരവാദിത്വമൊന്നുമില്ല. അതിങ്ങനെ ഇങ്ങനെ നീണ്ടു പോകും. കാര്യം ഈ ഒരു അവസരം തന്നതിനും ഇത്രയും സമയം സഹിച്ചിരുന്നതിനും കുറച്ച് കൂടുതലായിട്ട് എടുത്തു. സന്തോഷമുണ്ട്. നന്ദി.